ഹായ്, പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം വരികയാണല്ലേ? ടെൻഷൻ ഉണ്ടോ? എന്നാൽ ഇനി അത് വേണ്ട. നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ എളുപ്പമാക്കുവാൻ നിങ്ങളോടൊപ്പമുണ്ട് സ്പാർക്ക് ബോധി. പ്ലസ് വണ്ണിലെ ഒരു വിഷയത്തിന്റെ മുഴുവൻ പാഠഭാഗങ്ങളും വെറും 4 മണിക്കൂറുകൾ കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദ്യ മാതൃകകൾ. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എളുപ്പമാക്കുവാൻ 15 മുതൽ 23 തീയതി വരെ സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒരു ഉത്തമ വഴികാട്ടി സ്പാർക്ക് ബോധി മാരത്തോൺ. സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻ വർഷ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The hydraulic lift is based on which of the following? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ബെർണൂലിസ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ പാസ്കൽസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ബോയിൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാസ്കൽസ് ലോയുടെ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. എന്താണ് ഈ പാസ്കൽസ് ലോ എന്ന് വെച്ചാൽ, ഇഫ് യു അപ്ലൈ പ്രഷർ എനി പാർട്ട് ഓഫ് ദി ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ഓൾ അതർ പാർട്സ്. ബാക്കി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പ്രഷർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാതെ പാസ്കൽസ് ലോ എന്ന് പറയാം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് പാസ്കൽസ് ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണ്? വാട്ട്സ് ദ ഡെഫിനിഷൻസ് ഓഫ് പ്രഷർ? പ്രഷർ നമുക്ക് P എന്ന് ഡിനോട്ട് ചെയ്യാം. പ്രഷർ P ഈക്വൽ ടു നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം അല്ലേ? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ദെൻ F ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ പെർ ഏരിയ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇതൊരു യൂണിറ്റ് ആയിട്ട് പറയാം. അല്ലാണ്ട് പ്രഷർ ഉപയോഗിക്കുന്ന മറ്റൊരു SI യൂണിറ്റ് ഇതാണ് പാസ്കൽസ്. പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡാഷ്. ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി ബേസ് ചെയ്യുന്ന ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് മാസുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് മാസ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ബെർണൂലിസ് തിയറം ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡാഷ്. ബെർണൂലിസ് തിയറം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് എനർജി. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് മാസ് ആണെങ്കിൽ ഏതാണ്? ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റിയും. ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് എനർജി ആണെങ്കിൽ ഏതാണ്? ബെർണൂലിസ് പ്രിൻസിപ്പിളും ആണ്. ഓക്കെ, then fifth question, Bernoulli's theorem is in accordance with dash. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് എനർജി ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻസ് എനർജി എന്ന് പറയുമ്പോൾ അല്ല ഏതൊക്കെ വരും? ദ ടോട്ടൽ എനർജി. ഏതൊക്കെയാണ് ടോട്ടൽ എനർജി? ഒന്നാമത്തെ പ്രഷർ, പ്രഷർ എനർജി, പ്രഷർ എനർജി, പ്രഷർ പ്ലസ് രണ്ടാമത്തെ എനർജി ഏതായിരിക്കും? കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി പ്ലസ് മൂന്നാമത്തെ എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഏതിന്റെയൊക്കെ സമ്മാണ്? സം ഓഫ് pressure energy plus kinetic energy plus potential energy equal to constant. Total energy is equal to constant. So this is related to law of conservation of energy. Okay, define pressure. Next question, define pressure. Already പറഞ്ഞു കഴിഞ്ഞു എന്താണ് pressure? The normal force acting per unit area is called pressure. That is formula എന്താണ്? pressure P is equal to force by area. Pressure P equal to force by area. What is the SI unit of pressure? Pressure is Pascal. Then other units are Newton per meter square or kilogram meter raised to -1 second raised to -2. അങ്ങനെയാണെങ്കിൽ what is the dimensional formula of this pressure? Dimensional formula of pressure equal to എന്താണ് ഫോർമുല? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? M L T raised to -2. T raised to -2 divided by then ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L square അല്ലേ? L square divided by L square. സോ ഇവിടുത്തെ എല്ലാം താഴത്തെ നിന്നും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് എഴുതാം? ഈസ് ഈക്വൽ ടു M L raised to താഴെ L മുകളിൽ എന്തായിട്ട് മാറും? L raised to -1 and T raised to
minus 2, T raised to minus 2. So this is a dimensional formula of pressure. അപ്പോൾ എന്താണ് പ്രഷർ? The normal force acting per unit area is called pressure. എന്താണ് പ്രഷറിന്റെ ഫോർമുല? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ എന്നാണ്. എന്താണ് ഇതിന്റെ SI യൂണിറ്റ്? പാസ്കൽ ആണ്. So what's the dimensional formula? M L raised to minus 1 T raised to minus 2. Okay, next question. In hydraulic machine, the two pistons are of area of cross section in the ratio 1:10. What force is needed on the narrow piston to overcome a force of 100 Newton on wider piston? അപ്പോൾ ഇത് ഹൈഡ്രോളിക് മെഷീനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാസ്കൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് പിസ്റ്റൺ പറയുന്നു, നാരോ പിസ്റ്റൺ ആൻഡ് വൈഡർ പിസ്റ്റൺ അല്ലേ? അപ്പോൾ നാരോ പിസ്റ്റൺ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ വാട്ട് ഫോഴ്സ് ഇസ് നീഡഡ് ഓൺ ദി നാരോ പിസ്റ്റൺ. നാരോ പിസ്റ്റൺ അപ്ലൈ അല്ലെങ്കിൽ ആവശ്യമായ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം, റൈറ്റ്? Then കണ്ടുപിടിക്കുന്നത് എന്താണ്? The force on the wider piston is how much? That's equal to 100 Newton. That means F1 is equal to the force on the wider piston. F1 is equal to 100 Newton. The area cross sections of the wider. എത്രയാണ് area cross section? ഇതിൽ തന്നിരിക്കുന്നതിൽ A1 എന്ന് പറയുന്നത് നാരോ പിസ്റ്റന്റെ ഏരിയ ക്രോസ് സെക്ഷനും 10 എന്ന് പറയുന്നത് ഏതിന്റെയാണ്? വൈഡർ പിസ്റ്റന്റെ ഏരിയ ക്രോസ് സെക്ഷനുമാണ്. സോ F1 വൈഡർ പിസ്റ്റന്റെ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A1 ഏരിയ ക്രോസ് സെക്ഷൻ A1 is equal to how much? 10 meter square എന്നാണ്. കണ്ടുപിടിക്കേണ്ടതാണ് ഫോഴ്സ് നീഡഡ് ഫോർ നാരോ പിസ്റ്റൺ. F2 കണ്ടുപിടിക്കണം. F2 ഈക്വൽ ടു എക്സ് എന്ന് വിളിക്കണം, ഓക്കെ? F2 ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ A2 ഈക്വൽ ടു ഈ നാരോ പിസ്റ്റന്റെ ഏരിയ എത്രയാണ്? A is equal to 1 meter square എന്നാണ് നമ്മുടെ ഫോർമുല. അപ്ലൈ ചെയ്ത് F1 by A1 is equal to F2 by A2. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയേ? പാസ്കൽസ് ലോ അനുസരിച്ച് പ്രഷർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദ പ്രഷർ ആക്ടിംഗ് ഓൺ ദി വൈഡർ പിസ്റ്റൺ ഈസ് ഈക്വൽ ടു പ്രഷർ ആക്ടിംഗ് ഓൺ ദി നാരോ പിസ്റ്റൺ. സോ രണ്ടിടത്ത് പ്രഷർ ഈക്വൽ ആയതുകൊണ്ട് സോ അപ്ലൈ ദ ഫോർമുല F1 by A1 ഈക്വൽ ടു F2 by A2. ഇവിടുത്തെ കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? F2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഈസ് F2 ഈസ് ഈക്വൽ ടു, അപ്പൊ കണ്ടുപിടിക്കുന്ന ടൈം അവിടെ വെച്ചേക്കുക. A2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും F1 into A2 by A1. F1 into A2 by A1 equal to, then what is the value of F1? F1 equal to 100, right? F1 is 100 into what is A2? A2 is equal to 1 meter square. Now 1 meter square, that is 1 divided by A1. Area cross section A1 is equal to 10 meter square, that is 10 divided by 10 is equal to ഇവിടുത്തെ 10 ഇവിടുത്തെ 0 ചെയ്യും, കട്ട് ചെയ്തു. The remaining is 10 Newton. So the force acting on the narrow piston is equal to how much? Is equal to 10 Newton. So our answer is 10. Okay. Next question. Define Bernoulli's theorem. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ബെർണൂലിസ് തിയറം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് ബെർണൂലിസ് തിയറം എന്ന് വെച്ചാൽ in a streamline flow total energy of a fluid remains constant. എന്താണ് കോൺസ്റ്റന്റ്? ടോട്ടൽ എനർജി ഓഫ് ദി ഫ്ലൂയിഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജി ആണ്? ഒന്നാമത്തെ പ്രഷർ എനർജി, രണ്ടാമത്തെ കൈനറ്റിക് എനർജി, ദെൻ മൂന്നാമത്തെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ഏത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ഏതൊക്കെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും? സം ഓഫ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദിസ് ഈസ് ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ആൻഡ് ഇക്വേഷൻ എഴുതാം. പ്രഷറിന്റെ എനർജി P പ്ലസ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ഹാഫ് റോ വി സ്ക്വയർ, റൈറ്റ്? ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓർമ്മിച്ച് വെച്ചിരിക്കുക. എന്താണ് ബെർണൂലിസ് തിയറത്തിന്റെ ഫോർമുല? ബെർണൂലിസ് തിയറം P means pressure energy plus half rho v square, that means kinetic energy plus rho gh, that means potential energy is equal to constant. This is Bernoulli's principle. Okay. Now next question is air streams horizontally pass an airplane. The speed over the top surface is 60 meter per second. അപ്പോൾ top surface ലെ speed എത്രയാണ്? 60 meter per second, and that under the bottom surface is 45 meter per second. What is the difference in pressure? കണ്ടുപിടിക്കേണ്ട പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇത് ബെർണൂലിസ് തിയറവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ബെർണൂലിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ട് ഒരു പൈപ്പ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഒരു പൈപ്പ് ജസ്റ്റ് ദെൻ അല്പം ചരിവുള്ള പൈപ്പ് നമ്മൾ എടുക്കും. ദെൻ ഡിഫറെന്റ് ഹൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് ഹൈറ്റ് H1, ഇവിടുത്തെ ഹൈറ്റ് H2 ആയിരിക്കും. സോ ഇവിടെ
ഹൈറ്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഏതാണ്? പ്രഷർ എനർജി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ കൈനറ്റിക് എനർജി പ്ലസ് റോ ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത് ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണൂലിസ് പ്രിൻസിപ്പിൾ ഹൈറ്റ് ഒരു പൈപ്പിന്റെ രണ്ട് സൈഡിലെ ഹൈറ്റ് കോൺസ്റ്റന്റ് ആയാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായി പോകും? സീറോ ആയിട്ട് പോകും അല്ലെ? നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. Then how to write the equation? P1 plus half rho V1 square plus rho G H1 is equal to P2 plus half rho V2 square plus rho G H2. ഇതാണ് ആക്ച്വലി എന്താണ് ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. നോക്കിക്കേ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഇക്വേഷൻ നോക്കും, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കും മനസ്സിലാവും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ പൈപ്പ് എങ്ങനെയുള്ളതാണ്? ഹൊറിസോണ്ടൽ ആണ് അല്ലേ? സോ ഹൊറിസോണ്ടലി പാസ് ആൻ എയർപ്ലെയിൻ. എയർപ്ലെയിൻ എങ്ങനെയുള്ളത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ H1 ഉം H2 എന്തായി പോകും? ദെൻ ചരിഞ്ഞിരിക്കുന്ന ഒരു പൈപ്പ് എന്താവും? കറക്റ്റ് സ്ട്രൈറ്റ് വരും. സ്ട്രൈറ്റ് വരുമ്പോൾ രണ്ടിന്റെ ഹൈറ്റ് എന്താവും? 0 ആയിട്ട് മാറും. H1 ഈക്വൽ ടു H2. H1 എന്തിന് ഈക്വൽ ആവും? H2 ന് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേം എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോലെ രണ്ട് ടേം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും ക്യാൻസൽ ചെയ്തിട്ട് പോകും. ബാക്കിയുള്ള ടേം ഏതാണ്? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഇത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ P2 ടേം ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? P1 മൈനസ് P2 അല്ലെ? ഈ P2 ടേം ഇവിടുത്തെ P2 ടേം എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു ബാക്കി റിമൈനിങ് ടേം എന്താണ്? ഹാഫ് റോ. ഇവിടെ ഹാഫ് റോ V2 സ്ക്വയർ ഇരിപ്പുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഈ ഹാഫ് റോ V1 സ്ക്വയർ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? അത് മൈനസ് ആയിട്ട് മാറും അല്ലേ? ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. Clear? That's equal to ഇവിടെ കോമൺ ടേം ഏതാണ്? ഹാഫ് റോ ഇസ് കോമൺ ടേം. ഹാഫ് റോ ഇസ് കോമൺ ടേം ടേക്ക് ഔട്ട്സൈഡ്. ദാറ്റ് ഈസ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്താണ്? പ്രഷർ ഡിഫറൻസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നാണ് അല്ലേ? ഇനി ഇത് തന്നിരിക്കുന്ന ഡേറ്റ നോക്കിക്കേ, എന്തൊക്കെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, ഇവിടെ ഇനിഷ്യൽ ബോട്ടം ദ സ്പീഡ് ഓവർ ദ ടോപ്പ് സർഫസിലെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 60 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് മീൻസ് V1 is given. V1 is equal to how much? V1 is equal to 60 meter per second. അതുപോലെ ബോട്ടം സർഫസിലെ സ്പീഡ്, the speed under the bottom surface is how much? 45 meter per second. 45. V2 is equal to 45 meter per second. Then what is the difference in pressure? Pressure difference ആണ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. Then substitute ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. That's equal to ഇവിടെ ഡെൻസിറ്റി ആണല്ലേ? ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പറയുന്നില്ല. സോ ആക്ച്വലി ക്വസ്റ്റ്യൻ തന്നിരിക്കണം ഡെൻസിറ്റി ഇവിടെ. അപ്പൊ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഡെൻസിറ്റി is given, that is rho is equal to 1.293 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് കേട്ടോ. മിസ്റ്റേക്ക് ആണ്, തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഇവിടെ. റോ is equal to how much? റോ equal to 1.293 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ഇനി എന്ത് ചെയ്യണം? ഈ റോയുടെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 V2 തന്നിട്ടുണ്ട്. V1 is 60 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് V2 is equal to 45 മീറ്റർ പെർ സെക്കൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന ആൻസർ ആണ് 1018 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്ത് ചെയ്യുക?
ഈ പ്രഷർ ഡിഫറൻസിൽ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ is given in our question. Rho is given, V1 is given and V2 is given. Substitute all values in this equation and simplify this one. And last answer is what? 1018 Newton per meter square. So this is the pressure difference. Okay. Next question. An ideal fluid flows through a pipe of circular cross section made of two sections with diameter 2.5 centimeter and 3.75 centimeter. The ratio of the velocities in the two pipe is. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ഫ്ലൂയിഡ് കേസാണ് അല്ലെ. ഫ്ലൂയിഡ് കേസിലെ രണ്ട് പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് എൻഡിലെ ഡയമീറ്റർ എത്രയാണ്? ഒരു എൻഡിലെ ഡയമീറ്റർ 2.5 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് എൻഡ് D1 diameter at the one end 2.5 centimeter. Diameter of the first end is 2.5 centimeter. Second diameter എത്രയാണ്? That is second diameter D2 is equal to 3.75 centimeter. എത്രയാണ്? 3.75 centimeter. അങ്ങനെയാണെങ്കിൽ the ratio of the velocities in the two pipes കണ്ടുപിടിക്കേണ്ടതാണ്. വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കുക. V1 by V2 is equal to how much? നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡയമീറ്റർ അറിയാം, വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. എന്താണ് ഇക്വേഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? Equations of continuity. AV equal to constant. AV is equal to constant. AV means area of cross section into velocity equal to constant എന്നാണ്. ഇവിടെ രണ്ട് എൻഡ് പറയുന്നത് കൊണ്ട് എങ്ങനെ എഴുതാം? A1 V1 is equal to A2 V2 എന്ന് എഴുതാം അല്ലെ. രണ്ട് പോർഷൻ രണ്ട് എൻഡ് പറയുന്നതുകൊണ്ട് ഫസ്റ്റ് സെക്ഷനിലെ ഏരിയ ക്രോസ് സെക്ഷൻ A1 അല്ലെ വെലോസിറ്റി V1 ആണ്. സെക്കൻഡ് എൻഡിലെ ഏരിയ ക്രോസ് സെക്ഷൻ എത്രയാണ്? A2 ആണ്. അവിടുത്തെ വെലോസിറ്റി V2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേഷ്യോസ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഈസ് V1 by V2? V1 by V2 is equal to ഈ V2 എന്ത് ചെയ്യാം? ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പോൾ V1 by V2 ആയിട്ട് മാറും. സോ V1 by V2 equal to ഈ A1 അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? A2 by A1 ആയിട്ട് മാറും. A2 by A1. So this is area. A1 is area of the one end and A2 is the area of the other end. കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി റേഷ്യോ ആണ്. തന്നിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഡയമീറ്റർ D1 ഉം D2 ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇത് സർക്കുലർ ഷേപ്പുള്ള ഒരു പൈപ്പ് ആണ് അല്ലേ. അപ്പോൾ അതിന്റെ ഏരിയ എന്താണ്? ഏരിയ പൈ ആർ സ്ക്വയർ എന്നാണ്. സോ പൈ then R1 ഇവിടെ A2 ആയതുകൊണ്ട് ഇതിനെ R2 ഇല്ല, R2 സ്ക്വയർ പൈ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് A1 ആകുമ്പോൾ അതിന്റെ ഏരിയ എന്തായിരിക്കും? പൈ R1 സ്ക്വയർ പൈ R1 സ്ക്വയർ. ഇവിടുത്തെ പൈയും കട്ട് ചെയ്ത് പോകും അല്ലേ. തന്നിരിക്കുന്ന ഡയമീറ്റർ ആണ്. നമ്മുടെ ഫോർമുല എന്തായിരിക്കുന്നത്? റേഡിയസ് ആണ് ഇരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ റേഡിയസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി? ഡയമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു then diameter equal to twice of radius എന്നാണ് അല്ലേ. ഡയമീറ്റർ equal twice of radius then radius എന്നാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എഴുതാം. റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പകുതിയായിട്ട് എഴുതാം അല്ലേ. സോ അതനുസരിച്ച് എഴുതാം D2 by 2 the whole square divided by D1 by 2 the whole square. ഇത് രണ്ട് സിമിലർ ടേം ആണ്. ഇത് D2 ഇത് D1. ഇവിടുത്തെ 2 കട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് എന്ത് കിട്ടും? V1 by V2 is equal to D2 square divided by D1 square അല്ലേ. D2 square divided by D1 square. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. D1 ഉം D2 ഉം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലേ. ഇതാണ് D1 equal to how much? D1 equal to 2.5 centimeter and D2 is equal to 3.75 centimeter. എന്ത് ചെയ്യാം? ഈ രണ്ട് പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എത്രയാണ്? This is 9/4. ലാസ്റ്റ് എന്ത് കിട്ടും? റേഷ്യോ എന്ത് കിട്ടും? വെലോസിറ്റി V1 by V2 equal to എത്ര കിട്ടും? 9/4. Okay. Next question. Why does the small water drop acquire a spherical shape? വാട്ടർ ഡ്രോപ്പില് സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ കാരണം എന്താണ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ആൻസർ? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന് കാരണമാണ് എന്താണ്? ലിക്വിഡ് ഡ്രോപ്പിന് ഒരു സ്പെറിക്കൽ ഫോം കൈവരാൻ കാരണം. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഏരിയ ഓഫ് ദി സർഫസ് അല്ലേ. ഈ സർഫസ് ടെൻഷൻ കാരണം അതിന്റെ സർഫസ് ഏരിയ എന്ത് ചെയ്യും? മിനിമൈസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പ് ആണ്. സോ
Small water drop occur which shape? Spherically shape. This is due to surface tension. ഇതാണ് surface tension. എന്താണ് surface tension ഫോർമുല? Surface tension equal to force acting per unit length. F by L എന്നാണ്. Force acting per unit length. What is the SI unit of the surface tension? SI unit of the surface tension is force is Newton. Newton per length is എന്നാണ് meter. Newton per meter എന്നാണ്. S unit എന്നാണ് Newton per meter. The next is what is mean by critical velocity of a liquid? ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് കൃത്യമായ വെലോസിറ്റി ആയിരിക്കില്ല. എല്ലാ പാർട്ടിക്കിൾസും ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, ആ ഒരു പൈപ്പിനകത്ത് ആ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കുന്ന മാക്സിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. Okay, maximum velocity of the fluid inside the pipe is called what? Critical velocity. It is the maximum velocity of the liquid. ഇനി വെലോസിറ്റികൾ കുറവാണെങ്കിൽ, ക്രിട്ടിക്കൽ വെലോസിറ്റികൾ കുറവാണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. എന്ത് വിളിക്കുക അതിനെ? സ്ട്രീം ലൈൻ ഫ്ലോ. The velocity lesser than the critical velocity is called the streamline flow. Suppose ഈ ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ, അതിനകത്തുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റിയിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. Okay, what is critical velocity? The maximum velocity of the fluid is called critical velocity. The velocity is lesser than the critical velocity. അങ്ങനെയുള്ള ഫ്ലോ എന്തായിരിക്കും? സ്ട്രീംലൈൻഡ് ഫ്ലോ ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കൂടുതലായിട്ടുള്ള ഫ്ലോ എന്തായിരിക്കും? ഇവിടെ ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ഇത്രയും ഓർമ്മിച്ച് വെച്ചാൽ മതി. The next is the density of a given liquid is 984 kilogram per meter cube. Determine the height for the given liquid in Torricelli's barometer to measure normal atmospheric pressure. അപ്പം ഒരു ടോറിസെല്ലി ബാരോമീറ്റർ ആണ്. അതിലെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് is how much? Density is equal to rho. Rho is equal to how much? Density equal to 984 kilogram per meter cube. അപ്പോൾ ഡെൻസിറ്റി is given. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് എന്താണ്? The height for the given liquid in Torricelli's barometer. അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, H കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ പ്രഷറിന്റെ ഫോർമുല എന്താണ്? പ്രഷർ P is equal to then H rho. ഇത് rho ആണ്. H rho G. H എന്ന് വെച്ചാൽ height of the liquid, then rho density of the fluid, G acceleration due to gravity. Then P is equal to H rho G എന്നാണ്. P എന്താണ്? പ്രഷർ. H എന്താണ്? height of the liquid in the Torricelli barometer, rho be the density of the fluid, and H be the gravity. The കണ്ടുപിടിക്കുന്ന H എന്താണ്? From the given formula, what is H? H is equal to ഈ രണ്ട് ടേം എന്ത് ചെയ്യും? ഈക്വൽ ഇപ്പുറത്തോട്ടും വരും. That is H is equal to pressure divided by then density into gravity. Then substitute it. What is P? P is the atmospheric pressure. What is the value of atmospheric pressure? 1 atm equal to how much? 1 atm. 1 atmospheric pressure is equal to 1.013 into 10 power 5 Pascal now. ഇതെല്ലാവരും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. What's the value of 1 atm? 1 atm is equal to 1.013 into 10 power 5 Pascal. Then substitute the value of P. P is equal to this value divided by rho. Rho is how much? Rho is equal to, density is equal to 984. 984 into gravity, that is 9.8. Substitute ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്ത് കിട്ടും? ആൻസർ 10.47 meter. What's the height of the Torricelli barometer? Height is H is equal to how much? 10.47 meter. Okay. ഓക്കെ, ഇതോടെ നമ്മുടെ ഫ്ലൂയിഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നത് വേവ്സ് എന്ന ചാപ്റ്റർ ആണ്. വേവ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാം? ഒരു റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് ഫ്രീക്വൻസി? ഈ ടൈം പീരീഡ് ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്താണ്? സിമ്പിൾ ആയിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലേ? ടൈം പീരീഡ് ഫ്രീക്വൻസി എന്ന റിലേഷൻ എന്താണ്? Time is equal to, time is the reciprocal of frequency അല്ലേ? T equal to 1 by f അല്ലെങ്കിൽ 1 by nu എന്ന് പറയാം, or 1 by nu. It's a reciprocal of frequency. അല്ലെങ്കിൽ frequency equal to, it is a reciprocal of time period. രണ്ടും സെയിം ആണ് അല്ലേ? Time period is the reciprocal of frequency എന്ന് പറയാം, അല്ലെങ്കിൽ frequency is the reciprocal of time period. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? In transverse wave, vibrations are dashed to the directions of propagation. Transverse wave, waves are two types. ഏതൊക്കെയുണ്ട്? Transverse wave ഉണ്ട്, അതുപോലെ longitude type waves ഉണ്ട്.
ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ വൈബ്രേഷൻസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് വൈബ്രേഷൻസ് ആർ ഡാഷ് ഡാഷ് മീൻസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? അത് പാരലൽ ആയിരിക്കും, പാരലൽ ടു ദ ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ. ഓർമ്മിച്ച് വെച്ചു രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ വൈബ്രേഷൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ ആയിരിക്കും. അതുപോലെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണെങ്കിൽ ദ ഡയറക്ഷൻസ് ഓഫ് വൈബ്രേഷൻസ് ആർ പാരലൽ ടു ദി ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ ആയിരിക്കും. ക്ലിയർ? Next question is, what is the distance between two consecutive compressions of rarefaction? Consecutive അടുത്തടുത്ത കംപ്രഷനും rarefaction തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? That's equal to what? One wavelength. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. What's the distance between two consecutive compression and rarefaction? That's equal to one wavelength. What type of wave is the sound wave through air? ഇതൊക്കെ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ, നമ്മൾ കുഞ്ഞുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സൗണ്ട് വേവ് ഏത് എക്സാമ്പിൾ ആയിരിക്കും? സൗണ്ട് വേവ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലേ. സൗണ്ട് വേവ് ഏത് ടൈപ്പ് ആണ്? ലോഞ്ചിറ്റ്യൂഡൽ ടൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വേവ് ഏത് ടൈപ്പ് ഓഫ് വേവ് ആയിരിക്കും? ലൈറ്റ് വേവ് ഏതാണ്? ട്രാൻസ്വേഴ്സ്. പറഞ്ഞു ചോദിച്ചാൽ മതി. സൗണ്ട് ലോഞ്ചിറ്റ്യൂഡൽ ആണെങ്കിൽ ലൈറ്റ് ഏതാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് വേവ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ അല്ലേ. വാട്ടറിന്റെ സർഫസിൽ രൂപപ്പെടുന്ന വേവ് ഏത് ടൈപ്പ് ആണ്? That is transverse in nature. The waves which is formed on the surface of water surface formed the wave ഏതാണ്? transverse wave. അങ്ങനെയാണെങ്കിൽ what type of wave is the wave through glassലൂടെ ഫോം ചെയ്യുന്ന വേവ് ഏതായിരിക്കും? That is longitudinal wave. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വേവ് രണ്ട് തരത്തിലുള്ള ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് വൈബ്രേഷൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണെങ്കിലോ പാരലൽ ടു ദി ഡയറക്ഷൻസ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. ദെൻ പിന്നെ ഇതാണ് സൗണ്ട് വേവ് അല്ലേ. സൗണ്ട് വേവ് എക്സാമ്പിൾ ആണ്. സൗണ്ട് വേവ് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ ടൈപ്പ് ആണ്. ലൈറ്റ് വേവ് ആണെങ്കിലോ ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ദ വേവ്സ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ ട്രാൻസ്വേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വേവ്സ് ഓൺ ദി സർഫസ് ഓഫ് ഗ്ലാസ് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let a wave is moving along positive x direction, what is the expression for representing it? ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്ന വേവ് നമ്മൾ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് y of x, t. ഇതൊരു ജനറൽ ഫോം ആണ് കേട്ടോ. y of x, t is equal to a sin of kx minus omega t plus phi ആണ്. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിപ്പം സൈൻ ഉപയോഗിച്ച് എഴുതാം, അതുപോലെ കോസ് ഉപയോഗിച്ച് വേണമെങ്കിൽ എഴുതാൻ പറ്റും തന്നെ. x equal to a cos of kx minus omega t plus phi എന്നാണ്. ഒരു പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പോസിറ്റീവ് ഡയറക്ഷൻ കാണിച്ചാൽ kx മൈനസ് ഒമേഗ ടി അവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് എന്നാൽ അത് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ഡയറക്ഷൻ. അതോ മറക്കാതിരിക്കുക. പോസിറ്റീവ് ഡയറക്ഷൻ എന്താണ്? kx കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് സിമ്പിൾ വരേണ്ടേ? നെഗറ്റീവ് സിമ്പിൾ. സപ്പോസ് അവിടെ പോസിറ്റീവ് ആണെങ്കിൽ വേവ് ഏത് ഡയറക്ഷൻ ആയിരിക്കും? നെഗറ്റീവ് ഡയറക്ഷൻ. ഒരു നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ വേവ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതും? y of x, t is equal to a into sin of kx. അടുത്ത സിമ്പിൾ എന്തായിരിക്കും? kx പ്ലസ് അല്ലേ പ്ലസ് ഒമേഗ ടി പ്ലസ് phi ആയിരിക്കും. ഒരു വേവിന്റെ സിമ്പിൾ ഇക്വേഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പോസിറ്റീവ് ഡയറക്ഷൻ എന്നും നെഗറ്റീവ് ഡയറക്ഷൻ എന്നും. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? kx മൈനസ് ഒമേഗ ടി പ്ലസ് phi എന്ന് എഴുതാം. Then നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ എന്തായിട്ട് മാറും? a sin kx പ്ലസ്, ഇപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇട്ട് കളയരുത്, അവിടെ എന്ത് വരും? പ്ലസ് ഒമേഗ ടി പ്ലസ് phi എന്നാണ്. ഇതിൽ ഓരോ ടൈം എന്താണ്? a റെപ്രസെന്റ് വാട്ട്? a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? a എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then what is k? k represent the propagation constant or wave vector. ഇതാണ് ഇക്വേഷൻ. propagation constant or wave vector ഇക്വേഷൻ ആണ് k equal to 2 pi by lambda. ഓർമ്മ ചോദിച്ചോ? പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത് k equal to what? k equal to 2 pi by lambda. Then omega, what is omega here? Omega represents angular frequency. Angular frequency ഇതാണ് ഫോർമുല. omega is equal to രണ്ട് ഫോം ഒക്കെ എഴുതാം. in terms of frequency ആണെങ്കിൽ 2 pi nu. ഇതാണ് ഇക്വേഷൻ. omega equal to 2 pi nu in terms of frequency. in terms of time period ആണെങ്കിലോ, or we can write in terms of time period, omega equal to 2 pi by t. ഓർമ്മ ചോദിച്ചു രണ്ട് ഇക്വേഷനും. omega is equal to what? Omega is equal to 2 pi nu എന്ന് എഴുതാം, അതുപോലെ 2 pi by t എന്ന് എഴുതാം. This is angular frequency. Then what is phi? Initial phase എന്നാണ്. phase angle. Initial phase ആണ്.
സോ ഇതൊക്കെയാണ് ഇതിന്റെ നൊട്ടേഷൻസ്. അപ്പൊ എന്താണ് ഒരു വേവിന്റെ ജനറൽ ഫോം? a sin kx minus omega t plus phi എന്നാണ്. മൈനസ് വരികയാണെങ്കിൽ അത് ഏതാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നും, പ്ലസ് വരികയാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഓരോ ടേം എന്താണ്? a represent amplitude of the wave, k represent propagation constant vector, k equal to what? k equal to 2 pi by lambda എന്നാണ്. What is omega? Omega is called angular frequency. എന്താണ് അതിന്റെ ഇക്വേഷൻ? omega equal to 2 pi nu or 2 pi by t. Okay. Our next question. What is the formula for the speed of transverse wave in a string? ഒരു സ്ട്രിംഗിൽ ഫോം ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് ഇക്വേഷൻ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇക്വേഷൻ? v equal to root t by m. ഇതാണ് ഇക്വേഷൻ. ഒരു മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? What is the speed on the speed of transverse wave in a string? എന്താണ് ഇക്വേഷൻ? v is equal to, v means speed. Speed equal to root t by m. What is t? The tension acting on the string. String അനുഭവപ്പെടുന്ന force. Tension means force അല്ലേ? Tension means force എന്നാണ്. The force acting on the string is t. What is m? M is called linear mass density per unit length. Okay, what is m? M is called, m is the linear density per unit length. ഇവിടെ ക്വസ്റ്റ്യൻ ആണത്. ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതാണ് ഇക്വേഷൻ. ഒരു സ്ട്രിംഗിൽ അനുഭവപ്പെടുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ ആണ്. The speed of transverse wave on a string. What is the equation? V is equal to root t by m. അപ്പോൾ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചിരിക്കുക. V equal to root t by m. Then what is the distance between two consecutive nodes? രണ്ട് അടുത്തടുത്ത നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഒരു വേവിന്റെ കേസിലാണെങ്കിൽ ഒരു വേവിനെ അറിയാം അല്ലേ? വേവ് എന്താണ്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഒക്കെ ചേർന്നാണ് ഒരു വേവ് എന്ന് പറയുന്നത് അല്ലേ? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ചാൽ ഇതിലെ സീറോ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് ഈ ഒരു പോർഷൻ ഉണ്ട്. ദിസ് പോർഷൻ, ഈ സീറോ ആംപ്ലിറ്റ്യൂഡ് വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് വിളിക്കാതെ? നോഡ്സ് എന്ന് പറയും. നോഡ് n. ദിസ് ഇസ് നോഡ്, ദിസ് ഇസ് അനദർ നോഡ്, ദിസ് ഇസ് അനദർ നോഡ്. അപ്പോൾ സീറോ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് നമുക്ക് എന്ത് വിളിക്കാം? ആന്റി നോഡ്സ് എന്ന് പറയാം. ഇത് ആന്റി നോഡ്സ്, ഇത് അടുത്തൊരു ആന്റി നോഡ്സ് ആണ്, അടുത്ത ആന്റി നോഡ്സ്. സോ ദിസ് ഇസ് അനദർ ആന്റി നോഡ്സ്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ അടുത്തടുത്ത രണ്ട് നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two consecutive നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 എന്നാണ്. ഓർമ്മിച്ച് വെച്ചോ. വാട്ട്സ് അവർ ഇക്വേഷൻ? This is node. The distance between two consecutive nodes is lambda by 2. അടുത്തടുത്ത രണ്ട് നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ ബൈ 2. അങ്ങനെയാണെങ്കിൽ what is the distance between two consecutive anti nodes? ഈ ആന്റി നോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതും സെയിം ആണ്. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു ലാംഡ ബൈ 2. ഇതിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു ലാംഡ ബൈ 2. അപ്പോൾ രണ്ട് പോയിന്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്സ് അല്ലേ? രണ്ട് അടുത്തടുത്ത നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ ബൈ 2. ഓക്കെ, അതോ കഴിഞ്ഞു. നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ആന്റി നോഡ്സ്? അടുത്തടുത്ത രണ്ട് ആന്റി നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതും എന്താണ്? സെയിം ആണ്. അതും ലാംഡ ബൈ 2 എന്നാണ്. ക്ലിയർ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് നോഡ് ആൻഡ് ആന്റി നോഡ്? അപ്പോൾ അടുത്തടുത്ത ഒരു നോഡിനും ഒരു ആന്റി നോഡിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഓക്കെ പറഞ്ഞേ. നോഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ദിസ് ഇസ് ലാംഡ ബൈ 2. ആന്റി നോഡ്സ് ആയാലും ലാംഡ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഈ ആന്റി നോഡ് തൊട്ട് നോഡ് ഡിസ്റ്റൻസ് എത്രയാണ്? അതിന്റെ പകുതി ആയിരിക്കും അല്ലേ? അവിടെ ലാംഡ ബൈ 2 ഉള്ളൂ. അപ്പം ഈ ആന്റി നോഡ് ഈ നോഡ് നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്? അതിന്റെ പകുതി ആയിരിക്കും. എന്ന് വെച്ചാൽ ലാംഡ ബൈ 2ന്റെ പകുതി ലാംഡ ബൈ 4 അല്ലേ? ലാംഡ ബൈ 4. ഒരു 3 പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഏതൊക്കെ പോയിന്റ് ആണ് ഇവിടെ? നോഡ്സ് നോക്കിക്കേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്സ്? നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ ബൈ 2 ആണ്. ആന്റി നോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതും ലാംഡ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് ലാംഡ ബൈ 4 ആണ്. ക്ലിയർ? Okay, next question. What is a mechanical wave? Give an example. എന്താണ് മെക്കാനിക്കൽ? സിമ്പിൾ ആണ്. എന്താണ്? A wave which requires a material medium to propagate. ഒരു മെറ്റീരിയൽ മീഡിയം ആണ്. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആവശ്യമായ ആ മെറ്റീരിയൽ മീഡിയം നമുക്ക് എന്ത് വിളിക്കുകയാണ്? മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. എന്താണ് എക്സാമ്പിൾ? എ വേവ് ത്രൂ സ്ട്രിംഗ് ഒരു എക്സാമ്പിൾ ആണ്. Then spring another example ആണ്. Wave through sound. These are the examples of material wave. Sound is a material wave, right? That is next question. A woman is hearing a sound of 680 hertz. അപ്പോൾ ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസി അല്ലേ? അപ്പം ഒരു വുമൺ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 650 ഹെർട്സ് എന്നാണ്. 680 ഹെർട്സ് എന്നാണ്.
കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് കണ്ടുപിടിക്കേണ്ടതാണ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഹെർഡ് ബൈ ഹെർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പൊ ഫ്രീക്വൻസി എത്ര പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു frequency nu is equal to how much? Frequency equal to 680 hertz. 680 hertz. Then വേറെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? വേവ് ലെങ്ത്. വേവ് ലെങ്തിനെ ഡിനോട്ട് ലെറ്റർ ഏതാ? വേവ് ലെങ്ത് is denoted by the letter is lambda. Lambda is called wave length. ഇനി the speed of sound in air എത്രയാണ്? 640 meter per second. അപ്പോൾ രണ്ട് വേരിയസ് പറയുന്നുണ്ട്. ഫ്രീക്വൻസി അറിയാം, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സൗണ്ട് എയറും അറിയാം. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് സൗണ്ട്, ഇത് മൂന്നും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഏതൊക്കെ ഇവിടെയുള്ള സ്പീഡ് ബി തന്നിട്ടുണ്ട് എത്രയാ? 340 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 340 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ദെൻ ഫ്രീക്വൻസി എത്രയാണ്? 680 ഹെർട്സ് എന്നാണ്. കണ്ടുപിടിക്കാനുള്ളത് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂവും വേവ് ലെങ്തും വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ v ഈക്വൽ ടു ന്യൂ ലാംഡ. പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ഇക്വേഷൻ വെലോസിറ്റി. v is equal to ന്യൂ ലാംഡ. v equal to ന്യൂ ലാംഡ. ഇനി എഴുതാം v is equal to what? v is equal velocity v is equal to ന്യൂ ലാംഡ. അപ്പൊ ന്യൂ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്ട് വേവ് ലെങ്ത് ആണ്. ഫ്രം ദ ഗിവൺ ഫോർ വാട്ട് ഇസ് വേവ് ലെങ്ത്? ലാംഡ ഈസ് ഈക്വൽ ടു, ഈ ന്യൂ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി മാറും? വെലോസിറ്റി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. അല്ലേ? വെലോസിറ്റി ബൈ എത്രയാണ്? വെലോസിറ്റി ഈക്വൽ ടു 340 മീറ്റർ പെർ സെക്കൻഡ്. 340 ദാറ്റ്സ് ഈക്വൽ ടു 340 ഡിവൈഡ് ബൈ how much? 340 divided by then frequency is 680. Solve here, solve with the term, that's equal to 0.5, right? How much? 340 by 680. Cancel this one. So this one, our answer is 0.5 meter. So our last answer is what? 0.5 meter. 0.5 meter. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഏത് ഇക്വേഷൻ ആണ്? വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത്. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. v equal to ന്യൂ ലാംഡ, റൈറ്റ്? v equal to ന്യൂ ലാംഡ. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഈ ഫോം മറന്നു പോകരുത്. വെലോസിറ്റി v equal to this is ന്യൂ ഫ്രീക്വൻസി, ന്യൂ ലാംഡ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A traveling wave in positive direction is representing as y of x comma t is equal to a sin of kx minus omega t plus 6phi. Okay, here no 6. This kx minus omega t plus phi എന്നാണ്. phi. What are terms a, k, omega, phi in it? അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഏതാണ്? y of x comma t. y of x comma t is equal to എന്താണ് ഇക്വേഷൻ? a sin of kx minus omega t plus phi. തൊട്ട് മുന്നേ നമ്മൾ എഴുതി പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഇക്വേഷൻ. അല്ലേ? ഒരു വേവിന്റെ ജനറൽ ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന what are terms a, k, omega, phi represent? ഓരോ ടേം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? a, what is a? നോർമിച്ച് പറഞ്ഞ എന്താണ്? a represent amplitude of the wave. ഏതാണ്? amplitude of the wave. Then k, what is k? K is called wave number or propagation constant. What's the formula? K equal to 2 pi by lambda. K equal to what? K equal to 2 pi by lambda. Then next is this omega. Omega represent angular frequency. രണ്ട് ഫോർമുല ഉണ്ട്. ഏതാണ്? omega equal to 2 pi by t എന്നും പറയാം, അല്ലെങ്കിൽ 2 pi f എന്നും പറയാം. omega രണ്ട് ഫോർമുല ഇതൊക്കെയാണ്. 2 pi f എന്നും പറയാം, അതുപോലെ 2 pi by t എന്നും പറയാം. എന്താണ് phi? Phi is the phase of the wave, initial phase of the wave. ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്.
എന്താണ് വേവിന്റെ ഇക്വേഷൻ? y of x, t is equal to a sin of kx minus omega t plus phi എന്നാണ്. A represent the amplitude of the wave, k represent wave number. What's the equation? 2 pi by lambda ആണ്. Omega represent angular frequency. What's the form of omega? Omega is equal to 2 pi by t or 2 pi f. What is phi represent? Phi is the initial phase of the wave. Clear? Next question. A wave traveling along a string is described by ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. y of x, t is equal to y of x, t is equal to 0.005 sin of 80x 80.0 ആണ് 80x minus 3.0, that is 3t, in which all the numerical constants are in SI units. Calculate the wavelength frequency of the wave.
ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം അതാണ് ഇത്രയും ഡിലേ ആയത്. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നോക്കിക്കേ. A wave traveling along a string is described by y of x comma t equal to 0.005 sine of 80x minus 3t, in which all the numerical constants are in SI units. Calculate the wavelength and frequency of the wave. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? y of x comma t is equal to 0.05 sine of 80x minus 3t എന്നാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാ? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. അല്ലെ, തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു ഒരു വേവിന്റെ ജനറൽ ഫോം എന്താണ് പഠിച്ചത്. എന്താണ് ജനറൽ ഫോം? y of x comma t equal to a sine of omega t kx minus omega t sine of kx minus omega t plus 5 അല്ലെ, തൊട്ട് മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ a മീൻസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്, ഇത് കറസ്പോണ്ട് ചെയ്യാൻ ഇവിടെ എന്തായിരിക്കുന്നത്? 0.005 എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0.005 എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് k ഹിയർ? k is corresponding to here 80 ആണ്, 80x. അപ്പോൾ x ന് കറസ്പോണ്ടിങ് x ഇരിപ്പുണ്ട്. സോ വേവ് നമ്പർ ഓർ വേവ് വെക്ടർ k equal to how much? k equal to 80. Then minus omega t. ഈ ഒമേഗസ് ആണ് ഇവിടെ എന്തായിരിക്കുന്നത്? 3 എന്നാണ് അല്ലേ. സോ ഒമേഗ equal to how much? ഒമേഗ equal to 3. ജസ്റ്റ് കമ്പയർ ചെയ്യുക, വാല്യൂസ് അങ്ങ് എഴുതുക. ഇനി കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. വാട്ട്സ് ദ ഇക്വേഷൻസ് ഓഫ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർമുല യൂസ് ചെയ്യാം. എന്താണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർമുല? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർമുല is k equal to what? k equal to 2 pi by lambda എന്നാണ്. 2 pi by lambda. k equal to what? k equal to 2 pi by lambda. From the given formula, what is lambda? Lambda is equal to, lambda ഇങ്ങോട്ട് എടുക്കുക, k ഇങ്ങ് താഴെ കൊണ്ടുവരിക. That is lambda is equal to 2 pi by k എന്നാണ്. 2 pi by k is equal to, then substitute the values. What is k? k is equal to almost k is equal to 80 എന്നാണ് അല്ലേ. അപ്പോൾ 2 into pi. What's the value of pi? Pi is equal to 3.14. 3.14 divided by k. k equal to 80. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? That is equal to 0.078 meter. 0.078 meter. Okay, what's the value of lambda? Lambda equal to how much? Lambda equal to 0.078 meter. അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിയും ആംഗുലർ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു എന്താണ്? ഒമേഗ ഈക്വൽ ടു 2 pi f എന്നാണ്. 2 pi f. ഒമേഗ മീൻസ് ആംഗുലർ ഫ്രീക്വൻസി, f ഫ്രീക്വൻസി ആണ്. ഒമേഗ ഈക്വൽ ടു വാട്ട്? ഒമേഗ ഈക്വൽ ടു 2 pi f. ഫ്രം ദ ഗിവൺ ഫോം വാട്ട് ഈസ് f? f is equal to 2 pi താഴെയും കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഒമേഗ ഡിവൈഡഡ് ബൈ 2 pi. ഒമേഗ ബൈ 2 pi. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഒമേഗ? ഒമേഗ ഈക്വൽ ടു 3. ഒമേഗ ഈക്വൽ ടു 3 എന്താണ്? ദാറ്റ് ഈസ് 3 divided by 2 pi. That is 3 divided by 2 into 3.14. Pi യുടെ വാല്യൂ എന്താണ്? 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്ത് കിട്ടും. That's equal to 0.477 ഹെർട്സ് എന്നാണ്. 0.477 ഹെർട്സ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് വേവ് ലെങ്തും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് വെച്ച് എന്താണ് ഇക്വേഷൻ? ഒന്നാമത്തെ ഇക്വേഷൻ k equal to 2 pi by lambda. ഇതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, ഓർമ്മിച്ചോ. Then ഒമേഗയുടെ ഇക്വേഷൻ എന്തൊക്കെയാണ്? ഒമേഗ ഈക്വൽ ടു 2 pi f അല്ലെങ്കിൽ 2 pi nu. ഇതൊരു ഇക്വേഷൻ. ഒമേഗ ഈക്വൽ ടു 2 pi by t. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതോടെ നമ്മുടെ വേവ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്ട് ഓസിലേഷൻ. ഓസിലേഷനിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മളിപ്പം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A particle executing simple harmonic motion, SHM, simple harmonic motion is an example of. അപ്പോൾ simple harmonic motion, that's the conditions of simple harmonic motion. ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഏത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? F is proportional to then displacement from the mean position. F proportional to x എന്നാണ്. ഈ പ്രൊപ്പോർഷണൽ ടു നിങ്ങൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം അല്ലേ? F equal to minus k എന്ന് കൊടുക്കാം. F equal to minus k into x.
ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് വാട്ട്സ് എഫ് ഈക്വൽ ടു എം എ എന്നല്ലേ, എം എ ഈസ് ഈക്വൽ ടു വാട്ട് മൈനസ് കെ ഇൻറ്റു എക്സ് എന്നാണ് അല്ലെ. എം എ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ്. ഫ്രം ദ ഗിവൺ ഫോം വാട്ട് ഈസ് ആക്സിലറേഷൻ, എ ഇസ് ഈക്വൽ ടു എം അപ്പുറത്തോട് ചെല്ലുമ്പോൾ എന്നായിട്ട് മാറും, മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്, മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്നായിട്ട് മാറും. ഇവിടെ കെയും എമ്മും ഒക്കെ എന്താ കോൺസ്റ്റന്റ്. കെ ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എം മാസ് ഓഫ് ദ ബോഡി കോൺസ്റ്റന്റ്. സോ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ. അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും, ആക്സിലറേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് ഒറ്റ ഡയറക്ഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ അതേ ഡയറക്ഷൻ ആയിരിക്കും. സോ ആൻസർ ഇസ് വാട്ട്, ആക്സിലറേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ബട്ട് കോൺസ്റ്റന്റ് ഡയറക്ഷൻ. എന്ത് ചേഞ്ച് ആവും, ആക്സിലറേഷൻ വേഗം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷണൽ ടു എക്സ് ആയിരിക്കും. ക്ലിയർ? Next question. What is the time period of a second pendulum? ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? t equal to 2 seconds. t equal to 2 seconds നമുക്ക് എന്ത് വിളിക്കാം? The time period of the second pendulum. t equal to 2 seconds. LT square graph of motion of a simple pendulum will be. ഒരു LT square ഗ്രാഫ് അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു LT square ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ then L is taking along the x axis and t square is taking along the y axis. നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ലൈൻ. എന്ത് കിട്ടും? സ്ട്രേറ്റ് ലൈൻ കിട്ടും. സ്ട്രേറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എൽ ടി ഗ്രാഫ് ഓഫ് മോഷൻസ് ഓഫ് സിമ്പിൾ പെൻഡുലം വിൽ ബി. എൽ ടി ഗ്രാഫ് എന്താണ്? പാരബോളിക് പാത്ത് ആയിരിക്കും. അതൊരു കർവ്, പാരബോളിക് കർവ് ആയിരിക്കും കിട്ടുന്നത്. സോ എൽ ഈസ് എൽ എക്സ് ആക്സിസ് ആൻഡ് ടി ഈസ് വൈ ആക്സിസ്. നമുക്ക് കിട്ടുന്ന കർവ് എങ്ങനെയായിരിക്കും? പാരബോളിക് കർവ്. ഇപ്പൊ രണ്ട് ഗ്രാഫ് ഓർമ്മിച്ച് വെച്ചോ. ഒരു എൽ ടി സ്ക്വയർ ഗ്രാഫ് എന്താണ്? എൽ ടി സ്ക്വയർ ഗ്രാഫിന്റെ ഷേപ്പ് ആണ് സ്ട്രേറ്റ് ലൈൻ. ഒരു എൽ ടി ഗ്രാഫ് എങ്ങനെയാണ്? ഇറ്റ്സ് എ പാരബോളിക്. Next question, give an example for periodic motion which is not oscillatory. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. All oscillatory motions are periodic. എല്ലാ ഓസിലേറ്ററി മോഷൻ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. എന്നാൽ എല്ലാ പീരിയോഡിക് മോഷൻ എന്തായിരിക്കത്തില്ല? ഓസിലേറ്ററി ആയിരിക്കത്തില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് give example for periodic motion which is not oscillatory. ഓസിലേറ്ററി അല്ല, പക്ഷെ എന്താണ്? പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ എന്താ ചോദിച്ചത്? റൊട്ടേഷൻസ് ഓഫ് എർത്ത്. ഇവിടെ ഓൾറെഡി ചോദിച്ച പോയിന്റ് എന്താണ്? All oscillatory motions are periodic, but all periodic motion may not be oscillatory. Next question. The time period of a simple pendulum of length L as measured in a lift descending with the acceleration g by 3 meter per second square is. ഒരു സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം t is equal to 2 pi root L by G. root L by G എന്നാണ്. L എന്നാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം ആണ്. G എന്താണ്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡിസെൻഡിങ് വിത്ത് an acceleration so g by 3 കുറയാ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ G effective ഇതിന് എന്ത് കൊടുക്കാം? G effective എന്ന് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. How to find the G effective? G effective ടോട്ടൽ ആയിട്ട് G വാല്യൂ ഉണ്ടായിരുന്നു. ടോട്ടൽ ഗ്രാവിറ്റി G ആയിരുന്നു. അതിൽ എത്ര കുറയാണ്? ഡിസെൻഡിങ് വിത്ത് ആക്സിലറേഷൻ g by 3 ടൈംസ് കുറയാണ്. സോ g minus g by 3 that's equal to how much? Take the LCM. 3g minus g that is equal to 2g divided by 3. അപ്പോൾ g effective നമുക്ക് എത്ര കിട്ടും? g effective is equal to 2 by 3 times of g. Then substitute this value in this equation. Our equation becomes t is equal to 2 pi into root of L by G. What is the value of G? G is equal to 2 by 3 times of G. Take this 3 on numerator. Our equation becomes T is equal to 2 pi into root of 3L divided by 2G. When the time period of the simple pendulum becomes T equal to what? T equal to 3L by 2G. Okay, equation result മനസ്സിലായോ? So our answer is T is equal to what? T is equal to 2 pi into root of 3L L by 2G. Okay. The next question. The relation connecting omega and V is. അപ്പോൾ ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. Then
ഇതാണ് റിലേഷൻ. വെലോസിറ്റി നേരത്തെ പഠിച്ച ഒരു റിലേഷൻ ഉണ്ട്, v ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ, തൊട്ട് മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ. ന്യൂ മീൻസ് ഫ്രീക്വൻസി, ന്യൂ ഫ്രീക്വൻസി ആണ്. ദിസ് ഈസ് ഫ്രീക്വൻസി. Then what is lambda? Lambda means wavelength na, wavelength. Lambda is wavelength. ഈ ഫ്രീക്വൻസിയും ആംഗുലർ ഫ്രീക്വൻസിയും ഇക്വേഷൻ ആണ്. ഫ്രീക്വൻസിയും ആംഗുലർ ഫ്രീക്വൻസിയും ഒമേഗ ഈക്വൽ ടു 2π ന്യൂ എന്നാണ്. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഈസ് ന്യൂ? ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന് എഴുതാം അല്ലേ. ന്യൂ ഈസ് ഈക്വൽ ടു വാട്ട്? ഒമേഗ ബൈ 2π. ഇത് നോർമൽ വെച്ചേ ന്യൂവിന്റെ വാല്യൂ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്നാണ്. ദെൻ വേവ് ലെങ്ത് ലാംഡ ആണ് അല്ലേ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k യുടെ ഫോർമുല എന്താണ്? k ഈക്വൽ ടു 2π ബൈ ലാംഡ. 2π ബൈ ലാംഡ. ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഈസ് ലാംഡ? ലാംഡ ഈസ് ഈക്വൽ ടു, ലാംഡ ഇങ്ങോട്ട് എടുക്കുക, k താഴെ കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 2π ബൈ k എന്ന് എഴുതാം. 2π ബൈ k. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടു വാല്യൂസ് ഇൻ our equation. ഈ ന്യൂവിന്റെ വാല്യൂ ലാംഡ എന്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ്സ് ഈക്വൽ ടു ന്യൂ. ന്യൂ ഈസ് ഈക്വൽ ടു വാട്ട്? ഒമേഗ ബൈ 2π എന്നാണ്. ഒമേഗ ബൈ 2π ഇൻടു ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു വാട്ട്? 2π ബൈ k എന്നാണ്. 2π ബൈ k. 2π ബൈ k. Here 2π cancel. What's the remaining term? v equal to omega by, so this is what? 2π by k, right? 2π by k. Therefore v is equal to omega by k. So this is the relation between omega and v. അപ്പോൾ ഒമേഗയും v എന്ന റിലേഷൻ ആണ്. v equal to omega by k. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ എഴുതിയ ഫസ്റ്റ് ഇക്വേഷൻ. v equal to ന്യൂ ലാംഡ എന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് ന്യൂവിനും ലാംഡയ്ക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാട്ട് ഇസ് ന്യൂ? ന്യൂ ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 2π ബൈ k. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v ഈക്വൽ ടു ഒമേഗ ബൈ k എന്ന് കിട്ടും. ക്ലിയർ? ദിസ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആംഗുലർ ഫ്രീക്വൻസി. Next question. A simple pendulum is taken from the equator to the pole. Its time period. ഒരു സിമ്പിൾ പെൻഡുലം എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇക്വേറ്ററിൽ നിന്ന് പോളിലോട്ട് പോകുമ്പോൾ അതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും? ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. What is the equations of time period of a simple pendulum? T is equal to 2π into root of L by G എന്നാണ് അല്ലേ. L by G. ഇനി ഗ്രാവിറ്റിയുടെ വാല്യൂ. What is the value of G in ഇക്വേറ്റർ ടു പോൾ? ഇക്വേറ്ററിൽ നിന്ന് പോളിലോട്ട് പോകുന്നതും ജി വാല്യൂ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? ദെൻ നമുക്കറിയാം എർത്തിന്റെ സർഫസ് ഗ്രാവിറ്റി. എർത്ത് എന്താണ്? ദിസ് ലൈക്ക് എ സ്പെറിക്കൽ ഷേപ്പ്, റൈറ്റ്? സ്പെറിക്കൽ ഷേപ്പ് ആണ്. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പിൽ എർത്തിൽ മാക്സിമം ജി ഈസ് മാക്സിമം ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ എന്താണ്? ജി മാക്സിമം ആയിരിക്കും അല്ലേ. ജി ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? G is equal to 9.8. മാക്സിമം ആയിരിക്കും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. Then above the surface of earth, എർത്തിന്റെ സർഫസിന് മുകളിലോട്ട് പോകുന്തോറും what about G? G starts to decreases. G എന്ത് ചെയ്യും? കുറയും, റൈറ്റ്? Then below the surface of earth, എർത്തിന്റെ സർഫസ് താഴോട്ട് വരുന്തോറും G is again starts to decrease. അത് കുറയും. കുറഞ്ഞ് എർത്തിന്റെ സെന്റർ എങ്ങെത്തും അല്ലേ. എർത്തിന്റെ സെന്റർ, the value of G at the center of earth equal to what? 0. അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. കുറച്ച് പോയിന്റ് ഞാൻ പറഞ്ഞു. ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എത്രയാണ്? മാക്സിമം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ദെൻ അബോവ് ദ സർഫസ് ഓഫ് എർത്ത് ഗ്രാവിറ്റി സ്റ്റാർട്സ് ടു ഡിക്രീസസ്. 9.8 പതിയെ കുറയാൻ തുടങ്ങും. ദെൻ ബിലോ ദ സർഫസ് ഓഫ് എർത്ത് താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യും? അതും ഗ്രാവിറ്റി കുറയാ ചെയ്യുന്നത്. അറ്റ് ദി സെന്റർ ഓഫ് ദ എർത്ത് ഗ്രാവിറ്റി ഈക്വൽ ടു വാട്ട്? 0. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റോറിയൽ, ദിസ് ഈസ് ഇക്വിറ്റോറിയൽ, റൈറ്റ്? ഈ ഒരു ലൈൻ ഇക്വിറ്റോറിയൽ എന്ന് പറയും. ദിസ് ഈസ് പോളാർ. ഇക്വിറ്റോറിയൽ പോളും കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇക്വിറ്റോറിയൽ നിന്ന് പോളാറിലോട്ട് പോകുമ്പോൾ വാട്ട് അബൌട്ട് ദ ജി വാല്യൂ? ഒരു ഇക്വേഷൻ ഉണ്ട്. ജി ഈസ് ഈക്വൽ ടു gm/r². എന്നാണ്. gm/r². ഈ ഇക്വേഷൻ അനുസരിച്ച് ദിസ് ഈസ് എ റേഡിയസ് ഓഫ് ദി ഇക്വേറ്റർ. നമുക്ക് RE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. RE represent the radius of the equator and this height represent the radius of the polar region. RP, polar region and equatorial region. ഇവിടെ റേഡിയസ് കമ്പയർ ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് ഇക്വേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് പോളാർ അല്ലേ. ഈ പോളാർ റീജിയനിലെ റേഡിയസിനെ അപേക്ഷിച്ച് ഇക്വേറ്റോറിയൽ എന്താണ്? റേഡിയസ് കൂടുതലാണ്.
ഈ ഇക്വേഷൻ അനുസരിച്ച് റേഡിയസ് കൂടിയാൽ ഗ്രാവിറ്റി എന്ത് ചെയ്യും? കുറയും അല്ലേ? ഡിനോമിനേറ്റർ ടേം ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ എവിടെ കൂടുതലാണ് റേഡിയസ്, എവിടെ കൂടുതലാണ് ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്, അവിടെ കൂടുതൽ ഗ്രാവിറ്റി അവിടെ എന്ത് ചെയ്യും? കുറയും. ഇക്വേറ്റർ ഗ്രാവിറ്റി അറ്റ് ദി ഇക്വേറ്റർ ഇസ് മിനിമം, ഡിക്രീസസ്. വാട്ട് അബൌട്ട് ഗ്രാവിറ്റി അറ്റ് പോളാർ റീജിയൻ? ഗ്രാവിറ്റി അറ്റ് പോളാർ റീജിയൻ ഇസ് ഇൻക്രീസസ്. അപ്പോൾ ഒരു പോയിന്റ് എന്താണ്? ഗ്രാവിറ്റിയുടെ വാല്യൂ ഇക്വേറ്ററിൽ മിനിമവും പോളാറിൽ എന്താണ്? മാക്സിമം ആണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഇക്വേറ്റോറിൽ നിന്ന് പോളാറിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി എന്താ ചെയ്യുന്നത്? കൂടും അല്ലെ? ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. ഗ്രാവിറ്റി ഇൻക്രീസസ് ഇൻ പോളാർ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ എന്താണ്? T is equal to 2π × √L/g. അപ്പോൾ പോളാറിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഗ്രാവിറ്റി കൂടും. അപ്പോൾ ഗ്രാവിറ്റി കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഗ്രാവിറ്റി ഇൻ ഡിനോമിനേറ്റർ കൂടിയാൽ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും? കുറയും. വാട്ട് അബൌട്ട് ടൈം? ടൈം ഈസ് ഡിക്രീസസ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, ഡിക്രീസസ് അല്ലേ? ടൈം പീരീഡ് എന്ത് ചെയ്യും? കുറയും. ടൈം പീരീഡ് ഓഫ് ദിസ് സിമ്പിൾ പെൻഡുലം ഡിക്രീസസ് when it is moved from where to where? Equator to polar region. Right? Next question. Which of the following is correct? തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? A periodic motion is an SHM, simple harmonic motion. A periodic motion is not SHM. A simple harmonic motion is not periodic motion. A periodic motion may be an simple harmonic motion. Already നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? എല്ലാ ഓസിലേറ്ററി മോഷൻ എന്താണ്? പീരിയോഡിക് മോഷൻ ആയിരിക്കും. എല്ലാ പീരിയോഡിക് മോഷൻ എന്തല്ല? ഓസിലേറ്ററി മോഷൻ അല്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? Which is correct? A periodic motion may be an simple harmonic motion. So option D is correct answer. Define simple harmonic motion. എന്താണ് SHM? Simple harmonic motion. ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. That is restoring force is proportional to displacement from the mean position. Right? എന്താ പറയുന്നത്? Simple harmonic motion is defined as the restoring force is always proportional to the displacement from that point. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടൈപ്പ് ഓഫ് മോഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. F means what? F is called restoring force. Restoring force. The restoring force is always proportional to displacement from the mean position. So those equations, those examples obey this equation. Such type of motions are simple harmonic motion. അങ്ങനെയുള്ള മോഷൻ എല്ലാം എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. എക്സാമ്പിൾ oscillations of a simple pendulum, then oscillation of a spring. These are all simple harmonic motion. Name two examples for simple harmonic motion. നമ്മൾ പറഞ്ഞില്ലേ, തൊട്ടുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് മോഷന്? ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ ഏതാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓസിലേഷൻസ് സിമ്പിൾ പെൻഡുലം അത് ഏതാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the kinetic energy of a particle at the extreme and the mean point which is executing simple harmonic motion? അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എഴുതണം. ഏതൊക്കെ പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ടിക്കിൾ അറ്റ് ദി എക്സ്ട്രീം എൻഡിലെ വാട്ട്സ് കൈനറ്റിക് എനർജി, മീൻ പോയിന്റിൽ എന്താണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാൻ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ എക്സ്ട്രീം എൻഡിലെ കൈനറ്റിക് എനർജി ആണെങ്കിൽ 0, kinetic energy at the extreme end equal to 0. Mean point ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? മാക്സിമം ആയിരിക്കും. kinetic energy is maximum at the mean point. That's equal to what? Half m² a². രണ്ട് ടേം ഓർത്ത് വെച്ചേക്കുക. kinetic energy is minimum at the extreme end. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പെൻഡുലം എടുക്കാം. സിമ്പിൾ പെൻഡുലം ഇപ്പോൾ സിമ്പിൾ പെൻഡുലം എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് നോർമൽ സ്റ്റേബിൾ പോയിന്റ് ഓഫ് ദി സിമ്പിൾ പെൻഡുലം. റൈറ്റ്? ത്രെഡ് ആണ്, ഇതൊരു ബോബ് ആണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം ജസ്റ്റ് നമ്മൾ ഒരു സൈഡിലോട്ട് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ചെയ്യാം. ദിസ് ഇസ് എ നോ പൊസിഷൻ. അപ്പോൾ ഇത്രയും ഹൈറ്റിലേക്ക് റെഫറൻസ് പോയിന്റ് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഇസ് മാക്സിമം. അപ്പോൾ ഒരു എക്സ്ട്രീം എൻഡിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഇത് റെസ്റ്റിലായിരിക്കുന്നത്. റെസ്റ്റിലായതുകൊണ്ട് വാട്ട് അബൌട്ട് ദി കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. അപ്പോൾ ഒരു എക്സ്ട്രീം എൻഡിൽ കൈനറ്റിക് എനർജി ഇവിടെ എന്താണ്? 0 ആയിരിക്കും. അവിടെ ഏത് എനർജിയാണ് ഉണ്ടായിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഇത് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ബോബ് പതിയെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും അതിന് ചെറുതായിട്ട് കൈനറ്റിക് എനർജി കിട്ടും. സോ ഹൈറ്റ് കുറഞ്ഞു വരുന്നത് കൊണ്ട് എന്ത് കുറയും? പൊട്ടൻഷ്യൽ എനർജി കുറയും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരുന്നു, താഴോട്ട് വരുന്നവർ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ആവും?
കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവും. സോ ഈ ഒരു മീൻ പോയിന്റിൽ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു വാട്ട്? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0 ആണ്. ഇസ് മൂവ് ഓൺ അനദർ എക്സ്ട്രീം പൊസിഷൻ. തൊട്ടിപ്പുറത്തുള്ള എക്സ്ട്രീം പൊസിഷനോട് മൂവ് ചെയ്ത് വരുമ്പോഴോ മൂവ്സ് ഓൺ അനദർ എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ ഹൈറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടുത്തെ ബോബ് ഇവിടെ വന്ന് ഇവിടെ തിരിച്ചു പോവാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഹൈറ്റ് കൂടി പോകുന്നുണ്ട്. ഹൈറ്റ് കൂടുതൽ എന്ത് കൂടും? പൊട്ടൻഷ്യൽ എനർജി കൂടും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം അറ്റ് ദിസ് എക്സ്ട്രീം പോയിന്റ്. വാട്ട് അബൌട്ട് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഇവിടെ മാക്സിമം ആയിരുന്നു. അങ്ങോട്ട് പോകുന്ന എനർജി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ അറ്റ് ദിസ് പോയിന്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഓർത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? എക്സ്ട്രീം ഉണ്ട്. രണ്ട് എക്സ്ട്രീം പോയിന്റിൽ എന്ത് 0 ആണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. മാക്സിമം ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം. എവിടെയാണ് കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത്? അറ്റ് ദി മീൻ പോയിന്റ്. Maximum at the mean point, kinetic energy is equal to maximum. What about the potential energy? Potential energy equal to 0. ഇനി ഈ ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു മീൻ പോയിന്റിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ക്ലിയർ? Next question. Find the value of velocity of simple harmonic motion at points. അപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് v is equal to omega into root of a square minus x square or y square, whatever. X axis ആണെങ്കിൽ x square എന്ന് പറയാം, y ആണെങ്കിൽ y എന്ന് പറയാം, z എന്ന് പറയാം. So v is equal to what? V means velocity in simple harmonic motion equal to omega, angular frequency, is into root of x a square minus x square now. A means amplitude, y is what? Displacement. അങ്ങനെയാണെങ്കിൽ what's the condition? At the origin. Origin ആയിരിക്കുമ്പോൾ first condition at the origin, first case. Origin ആയിരിക്കുമ്പോൾ y യുടെ വാല്യൂ എന്താവും? Y equal to displacement equal to 0. അപ്പോൾ origin ആയിരിക്കും എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ y equal to എന്ത് കൊടുക്കാം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ എന്ത് കിട്ടും? v is equal to omega into root of a square minus y square. Y square equal to what? 0 എന്നാണ്. So root a square, right? What's the root a square? That's equal to a. Omega v is equal to omega a. First case എന്താണ്? v equal to omega a എന്നാണ്. At the origin. രണ്ടാമത്തെ at the amplitude. രണ്ടാമത്തെ കേസ് ആണ് at the amplitude. Second case. At the second case എന്താണ്? At the amplitude. That is v is y equal to what? Y equal to a. At the amplitude y equal to what? A. V equal to what? V is equal to ഇവിടത്തെ y ക്ക് ഒരു സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That is omega into root of a square minus y square എന്നാണ്. y ക്ക് ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? a കൊടുക്കണം. a square minus a square, that's equal to 0. എന്തായി പോകും? velocity equal to 0 ആയിട്ട് മാറും. Right? Second condition. Third case what? At half of the amplitude. Third case എന്താണ്? half of the amplitude. That means y equal to a by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y equal to what? a by 2. y equal to a by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? v is equal to omega into root of a square minus y square എന്നാണ്. y ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, a by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So a by 2 the whole square. That's equal to omega into root of a square minus a by 2 the whole square. എന്ത് കിട്ടും? a square by 4 എന്നാണ്. a square by 4. LC എടുക്കുമ്പോൾ എന്ത് കിട്ടും? omega into root of 4a square minus a square. അത് എത്രയാ? 3a square divided by 4 എന്ന് കിട്ടും. 3a square by 4. That's equal to ഈ 4 ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. omega by 2 then ഇവിടുത്തെ root 3 into a square റൂട്ട് എത്രയാണ്? a ആണ്. So root 3 omega a. ഇതാണ് ആൻസർ. root 3 a omega by 2. അപ്പോൾ മൂന്ന് കേസ് നമ്മൾ കണ്ടുപിടിച്ചു. വെലോസിറ്റി ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് മോഷൻ എഴുതുക. ഒറിജിൻ ആകുമ്പോൾ y എന്ത് കൊടുക്കണം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Then at the amplitude എന്ന് പറയുമ്പോൾ y എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a എന്ന് കൊടുക്കുക. ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ y equal to a by 2. 4 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ഫൈ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
A particle execute simple harmonic motion of amplitude A ആണ്. ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? A ആണ്. At what point distance from the mean position its kinetic energy equal to its potential energy? ഏത് പോയിന്റിലാണ് kinetic energy potential energy ആയിട്ട് മാറുന്നത്? അപ്പോൾ രണ്ട് എന്ത് ചെയ്യുക? Kinetic energy is equal to potential energy ആകുന്ന പോയിന്റ് ഇതാണ്. Ke means kinetic energy. Kinetic energy is equal to potential P, potential energy. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് മാറുന്നത്? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ദിസ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാണ്. രണ്ട് സൈഡ് നോക്കി, ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2, രണ്ട് എന്താവും? കട്ട് ചെയ്ത് പോകും. ദെൻ എം കട്ട് ചെയ്ത് പോകും. ഒമേഗ സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. A square minus x square is equal to റൈറ്റ് സൈഡ് എന്താ ഉള്ളത്? അത് x square ആണ്. x square ഈ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് a square is equal to x square. ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. x square. What is x square plus x square? That's equal to 2x square. a square is equal to 2x square. ഇത് കിട്ടി അല്ലേ? a square is equal to 2x square. കണ്ടുപിടിക്കുന്നത് എന്താണ്? What distance x ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നിന്ന് x കണ്ടുപിടിക്കണം. x equal to what? x equal to from the given formula x square is equal to what? a square by 2 എന്നാണ്. a square by 2. ഈ സ്ക്വയർ ടൈം അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? സ്ക്വയർ ടൈം അപ്പുറത്തോട്ട് പോകുമ്പോൾ x is equal to a by root 2. ഓക്കെ, ഞാനത് ഒന്നോട് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A എന്നാണ്. At what distance from the mean position its kinetic energy equal to its potential energy? ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്? ഏത് പോയിന്റിൽ വെച്ചിട്ടാണ്? സോ kinetic energy is equal to potential energy ആകുന്ന പോയിന്റ്. At what distance this kinetic energy is equal to potential energy? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ kinetic energyയുടെ ഫോം എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ദിസ് ഇസ് kinetic energy. This kinetic energy is equal to potential energy. എന്താണ്? SH in potential energy ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാണ്. രണ്ട് ടേമുകൾ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഹാഫും ഒക്കെ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ എം ഒമേഗ സ്ക്വയറും ഇവിടുത്തെ എം ഒമേഗ സ്ക്വയർ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈനിങ് ടേം എന്തൊക്കെയാ ഉള്ളത്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് അല്ലേ? അതൊന്ന് എഴുതിയിരിക്കേ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ. ഈ എക്സ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? 2x സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 2x സ്ക്വയർ. സോ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു then 2x സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. കണ്ടുപിടിക്കുന്ന ടൈം ഏതാണ്? എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? എ സ്ക്വയർ ബൈ 2 ആയിട്ട് മാറും. ഇനി സ്ക്വയർ ടേം അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആയിട്ട് മാറും. വാട്ട് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ? റൂട്ട് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണ്. വാട്ട് ഈസ് ഡിവൈഡ് ബൈ റൂട്ട് 2? എ ബൈ റൂട്ട് 2 ആയി മാറും അല്ലേ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്നാണ്. സോ ഇതിൽ നിന്ന് x square is equal to a square by 2 എന്നാണ്. ഈ സ്ക്വയർ ടേം അപ്പുറത്തോട്ട് മാറുമ്പോൾ therefore x is equal to root of a square by 2 എന്നായിട്ട് എഴുതാം അല്ലേ? What is the root a square? That's equal to a. Then 2 ന് റൂട്ട് ഇല്ല, so a by root 2. So x equal to a by root 2. ഈ ഒരു ഡിസ്റ്റൻസിൽ കൈനറ്റിക് എനർജി എന്തായിട്ട് ഈക്വൽ ആയിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. So kinetic energy is equal to potential energy at x equal to a by root 2. Clear? സോ നമ്മുടെ ഓസിലേഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ തീർന്നു കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് പറഞ്ഞായിരുന്നു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ സർഫസിൽ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഗ്രാവിറ്റി ഈസ് മാക്സിമം ഓൺ ദി സർഫസ് അല്ലേ? എർത്തിന്റെ സർഫസിലാണ് മാക്സിമം. ജി ഈസ് മാക്സിമം ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. മാക്സിമം ആയിരിക്കും. ഈ ഗ്രാവിറ്റി മുകളിലോട്ട് പോകുന്നതും ഓൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് പോകുന്നതും ഗ്രാവിറ്റി എന്ത് ചെയ്യും? കുറയും. സോ ജി ഡിക്രീസസ് ഇൻ ദി ഓൾട്ടിറ്റ്യൂഡ് കേസ്. താഴോട്ട് വരുന്നതോറും ഗ്രാവിറ്റി എന്ത് ചെയ്യും? ആ ഒരു കേസിലും ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഗ്രാവിറ്റി ഡിക്രീസസ്. 3 പോയിന്റ് പറഞ്ഞു. ഗ്രാവിറ്റി ഓൺ ദി സർഫസിൽ മാക്സിമം ആയിരിക്കും. ഓൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റിയുടെ വരെ എന്ത് ചെയ്യും? കുറയും. അവിടെ ക്വസ്റ്റ്യൻ അതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ദി ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. കൂടിയാൽ എന്ത് പറ്റും? ഗ്രാവിറ്റി ഡിക്രീസസ്. ഇനി വേറെ തരത്തിൽ ചോദിക്കും, താഴോട്ട് പോകുന്നതോറും ഗ്രാവിറ്റി എന്തുവാ ചെയ്യും? ഡെപ്തിലോട്ട് പോകുന്നതോറും ഗ്രാവിറ്റി എന്ത് ചെയ്യും? അതും കുറയുക ചെയ്യുന്നത്. മുകളിലോട്ട് പോയാലും കുറയും, താഴോട്ട് പോയാലും എന്ത് ചെയ്യും? ഗ്രാവിറ്റി കുറയും. ഗ്രാവിറ്റി കുറഞ്ഞു സെന്ററിലോട്ട് എത്തുമ്പോൾ അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ഗ്രാവിറ്റി എന്താണ്? G equal to 0. ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റി അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ഈക്വൽ ടു വാട്ട്? G equal to 0. ക്ലിയർ? നോക്കിയേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ഇൻക്രീസ് ഓഫ് ഡെപ്ത്. താഴോട്ട് എർത്തിന്റെ സർഫസിൽ താഴോട്ട് വരുന്നതോറും ഗ്രാവിറ്റി എന്ത് ചെയ്യും? അവിടെയും കുറയും, ഡിക്രീസ് ചെയ്യും അല്ലേ? മുകളിലോട്ട് പോകുന്നതും ഡിക്രീസ് ചെയ്യും, താഴോട്ട് വന്നാലും എന്ത് ചെയ്യും? ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. At the center of the earth, ഇപ്പൊ പറഞ്ഞോളൂ, at the center of the earth ഗ്രാവിറ്റി എന്താണ്? At the center of the earth gravity equal to 0. Gravity equal to 0 at the center of the earth. Right? Next question. 3 objects with a mass of 40 kilogram each are placed in a straight line 50 centimeter apart. What is the net gravitational force at the center object due to the other two? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 3 ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് അല്ലേ? 3 ഒബ്ജക്റ്റ് മാസ് എന്താണ്? സെയിം മാസ്. മാസ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 40 കിലോഗ്രാം എന്നാണ്. ത്രീ ഒബ്ജക്ട്സ് മാസ് എത്രയാണ്? 40 കിലോഗ്രാം. ആ 3 ഒബ്ജക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ഫസ്റ്റ് ഒബ്ജക്റ്റ്, സെക്കൻഡ് ഒബ്ജക്റ്റ് ആൻഡ് തേർഡ് ഒബ്ജക്റ്റ്. റൈറ്റ്? 3 ഒബ്ജക്റ്റ് ആണ്. ഓരോന്നിനും മാസ് എത്രയാണ്? മാസ് ഓഫ് ദി ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് taken as what? Mass of this first object is ma. Mass of the first object. Mass of the second object is taken mb and third object is mass of is mc. അവ ഇരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 50 സെന്റിമീറ്റർ അപ്പാർട്ട്. 50 സെന്റിമീറ്റർ ആണല്ലേ? ഓരോന്നിന്റെ ഡിസ്റ്റൻസ് 50 ആണ്. സോ നമുക്ക് എന്തെടുക്കാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു മാസ് is 50. So I just take r1. This r1 is equal to how much? 50 centimeter. Again, this is also 50 centimeter. This distance is taken as r2. അപ്പോൾ 3 ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ബോഡി അതിന്റെ മാസ് എത്രയാണ്? ma. സെക്കൻഡ് ബോഡി അതിന്റെ മാസ് എത്രയാണ്? mb. തേർഡ് ബോഡി അതിന്റെ മാസ് എത്രയാണ്? mc. What's the distance between the neighboring two masses? 50 centimeter. Here also 50 centimeter. That means mass of first object ma equal to mass of second object mb equal to mass of third object, that's equal to 40 kilogram. എല്ലാ മാസും എന്താണ്? സെയിം മാസ് ആണ്. അതുപോലെ ഡിസ്റ്റൻസ് r1 is equal to r2 equal to 50 centimeter എന്നാണ്. 50 centimeter ഡിസ്റ്റൻസ് രണ്ടിനും സെയിം ഡിസ്റ്റൻസ് ആണ്, എല്ലാത്തിനും സെയിം മാസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ്? ക്വസ്റ്റ്യൻ നോക്കിയേ. What is the net gravitational force? Net gravitational force at the center object. ഇവിടെ ഇരിക്കുന്ന സെൻട്രൽ ഒബ്ജക്റ്റിൽ ഇരിക്കുന്ന ഈ സെൻട്രൽ ബോഡിയിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഡ്യൂ ടു ദി അതർ ടു. ഈ ബാക്കി രണ്ട് സൈഡിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് കാരണം സെൻട്രലിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to, what's the equation? F is equal to G into m1 m2 divided by r square അല്ലേ? അതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇക്വേഷൻ. F is equal to G m1 m2 by r square. ഇവിടുത്തെ രണ്ട് ബോഡി A എന്ന ബോഡിയും B എന്ന ബോഡിയും കൺസിഡർ ചെയ്യാം അല്ലേ? ഈ രണ്ട് ബോഡി ഇരിക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള നേച്ചർ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും.
വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് അല്ലെങ്കിൽ സെൻട്രൽ ഒബ്ജക്ട്. ഈ സെൻട്രൽ ഒബ്ജക്റ്റിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി ഫസ്റ്റ് മാസ്. എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെക്കൻഡ് ഒബ്ജക്ട് ടുവേർഡ്സ് ദി ഫസ്റ്റ് ഒബ്ജക്ട്. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ടിങ്, ഇവിടുത്തെ ഫോഴ്സ് അങ്ങോട്ട് ആക്ടിങ്. സോ ഈ ഒരു ഒബ്ജക്റ്റിലെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഒബ്ജക്റ്റ് തേർഡ് ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് നേരെ ഇങ്ങോട്ടായിരിക്കും. ദിസ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെക്കൻഡ് ഒബ്ജക്ട് ടു ദി തേർഡ് ഒബ്ജക്ട്. ഓർമ്മ ചോദിച്ചോ? അപ്പൊ സെക്കൻഡ് ബോഡിയുടെ ഡയറക്ഷൻ വരച്ചിരിക്കുന്ന ഫോഴ്സ് ഡയറക്ഷൻ ആണ്. സെക്കൻഡ് ബോഡി ഫസ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റിലോട്ട് അല്ലേ? എഫ് ബി എ. ബിയിൽ നിന്ന് എയിലോട്ട് ഫോഴ്സ്, കാരണം ബി അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, എ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ബി സിയിലോട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ എഫ് ബി സി, ബിയിൽ നിന്ന് സിയിലോട്ട്. അപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ നോക്കി, ഒരു ഫോഴ്സ് അങ്ങോട്ടാണ്, മറ്റേ ഫോഴ്സ് ഇങ്ങോട്ടാണ്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് എഫ് ബി എ എന്നും എന്താണ് എഫ് ബി സി എന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ അത് നാമാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കണ്ടുപിടിക്കാം? എഫ് ബി എ. എഫ് ബി എ ഈസ് ഈക്വൽ ടു ജി ഇല്ലാത്തത് എന്താ? കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ലേ? ജി ഇൻറ്റു M1 M2. എഫ് ബി എന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ് അല്ലേ? അപ്പൊ അവിടുത്തെ മാസ് ഇതാണ്. ഫസ്റ്റ് മാസ് MA, സെക്കൻഡ് മാസ് MB ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? R1 സ്ക്വയർ. R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇവിടെ MA യും MB യും എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു M എന്ന് പറഞ്ഞൂടെ? M എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? M ഇൻറ്റു M സ്ക്വയർ ആക്കി എഴുതാം. M സ്ക്വയർ ഡിവൈഡ് ബൈ R1 സ്ക്വയർ എന്നാണ് അല്ലേ? എഫ് ബി എ ഈക്വൽ ടു കിട്ടി. എഫ് ബി എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M സ്ക്വയർ ഡിവൈഡ് ബൈ R1 സ്ക്വയർ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എഫ് ബി എ. ഇനി അതുപോലെ എന്ത് കണ്ടുപിടിക്കണം? എഫ് ബി സി കണ്ടുപിടിക്കണം. എഫ് ബി സി ഇതുപോലെ എന്ന് പറഞ്ഞ് എഫ് ബി സി കണ്ടുപിടിക്കണം. എഫ് ബി സി, എഫ് ബി സി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ബിയും സിയും തമ്മിലുള്ള മാസ് എത്രയാണ്? എം ബി സി ഇൻറ്റു എം സി ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് ഏതാണ്? ഡിസ്റ്റൻസ് ഇസ് R2. സോ R2 സ്ക്വയർ. R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇവിടെ എം ബിയും എം സി എല്ലാം സെയിം ആണ്. എം എ ഈക്വൽ ടു എം ബി ഈക്വൽ ടു എം സി. നമുക്ക് ജനറൽ എന്ത് പറയാം? എം എന്ന് പറയാം. സോ എം ഇൻറ്റു എം എന്താണ്? എം സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ. ഇവിടെ R1 R2 എല്ലാം സെയിം ആണ്. സോ R2 വരെ എന്ത് കൊടുത്താലും സെയിം ആണ്, R1 കൊടുത്താലും സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് ആൾസോ R2 ആണ്. സോ ജസ്റ്റ് റീപ്ലേസ് ബൈ R1 സ്ക്വയർ. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. എഫ് ബി സി ഈക്വൽ ടു ജി എം സ്ക്വയർ ബൈ R2 സ്ക്വയർ. അപ്പൊ രണ്ട് ഫോഴ്സ് കണ്ടുപിടിച്ചു. ഒരു ഫോഴ്സ് അങ്ങോട്ടാണ് കാണിക്കുന്നത്, മറ്റേ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നാൽ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. First force minus second force, that is FBA minus FBC. ഇങ്ങനെ ഡിഫറൻസ് വന്നേ. ഇത് രണ്ട് വെക്ടേഴ്സ് ആണ്. F എന്ന വെക്ടേഴ്സ് ആണ് അല്ലേ? രണ്ട് വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാൽ അവിടെ റിസൾട്ടന്റ് എപ്പോഴും എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു FBA minus FBC. എന്താണ് FBA? GM സ്ക്വയർ ബൈ R1 സ്ക്വയർ. എന്താണ് FBC? GM സ്ക്വയർ R1 സ്ക്വയർ. രണ്ടും സെയിം ആണ്, സെയിം വാല്യൂ ആണ്. ടു ഈക്വൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ട് വാല്യൂ സെയിം ആയതുകൊണ്ട് ആൻസർ കിട്ടും എഫ് നെറ്റ് ഈക്വൽ ടു 0 അല്ലേ? എഫ് ബി എന്താണ്? GM സ്ക്വയർ ബൈ R1 സ്ക്വയർ. എഫ് ബി സി എന്താണ്? GM സ്ക്വയർ ബൈ R1 സ്ക്വയർ. രണ്ടും സെയിം വാല്യൂ ഇല്ലേ? അപ്പൊ രണ്ട് സെയിം വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ സെൻട്രൽ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ക്ലിയർ ആയത്? Next question. Acceleration due to gravity is independent of dash. Depend ചെയ്യാത്തത് ഏതാണ്? Acceleration due to gravity depend ചെയ്യാത്തത് mass of earth, mass of the body. ഇവിടെ ഇക്വേഷൻ കാണാതെ പഠിക്കില്ലേ? ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. That is G is equal to Gm by R square. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ G and G. സ്മോൾ ജിയും ക്യാപിറ്റൽ ജി തമ്മിലുള്ള റിലേഷൻ ആണ്. സ്മോൾ ജി എന്താണ്? ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ ജി എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? G ഈക്വൽ ടു GM by R സ്ക്വയർ എന്നാണ്. എന്ന് വെച്ചാൽ ഈ G
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മാസ് ഓഫ് എർത്ത്. ദിസ് ഇസ് മാസ് ഓഫ് എർത്ത്, ദിസ് ഇസ് റേഡിയസ് ഓഫ് എർത്ത്. ഇപ്പൊ G ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇവിടുത്തെ മാസ് ഏതാണ്? മാസ് ഓഫ് എർത്ത്. മാസ് ഓഫ് ബോഡി അല്ല, മാസ് ഓഫ് എർത്ത് ആണ്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് mass of the body. So answer is mass of the body. Depend only on what? Mass of earth and radius of earth. Clear? Next question. Write the relation between acceleration due to gravity and gravitational constant. പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ജിയും ജി എന്നുള്ള റിലേഷൻ. പഠിച്ചു വെച്ചേക്കുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് രണ്ട് തമ്മിലുള്ള റിലേഷൻ. സ്മോൾ ലെറ്റർ ജി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻടു മാസ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് എർത്ത്. Gm divided by r square. This is our answer. Gm by r square. Clear? Okay, next question. At what height h the value of g will be half of that on the surface of earth. നമുക്ക് എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണുള്ള ഹൈറ്റിലായിരിക്കും ജിയുടെ വാല്യൂ അതിന്റെ പകുതിയായിട്ട് മാറുന്നത്. സോ ദിസ് ഈസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ജി ഇസ് ഗ്രാവിറ്റി ഇസ് മാക്സിമം. നമുക്ക് എന്ത് കൊടുക്കാം? ജി എന്ന് കൊടുക്കാം. എത്ര ഡിസ്റ്റൻസ് അകലെ ആകുമ്പോഴായിരിക്കും ഡിസ്റ്റൻസ് കൂടുതൽ ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഈ ഗ്രാവിറ്റി കുറഞ്ഞു വരും. കുറഞ്ഞു ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പോൾ എന്തായാലും ജി ഇസ് ഈക്വൽ ടു ഹാഫ് ആയിട്ട് മാറും അല്ലേ? ജി ഹാഫ് ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര എന്നാ ചോദിക്കുന്നത്. വാട്ട്സ് ദ ഹൈറ്റ്? വാട്ട്സ് ദ ഹൈറ്റ് ഓഫ് ദിസ് ഒബ്ജക്ട് when the gravity is how it become half of the initial one. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സർഫസിലെ ഗ്രാവിറ്റി അപേക്ഷിച്ച് ഗ്രാവിറ്റി പകുതിയാകാൻ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ പോകണം? ഗ്രാവിറ്റി above the surface of earth, ഇതൊരു ഡെറിവേഷൻ ആണല്ലേ, നമ്മൾ പഠിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. above the surface of earth and below the surface of earth. above the surface of earth, above the surface, ഇതാണ് ഇക്വേഷൻ. above the surface of earth gh is equal to then g into r by r plus h the whole square. ഈ വേറൊരു ഇക്വേഷൻ ഉണ്ട്. gh is equal to g into 1 minus 2h by r. അപ്പോൾ രണ്ട് റിലേഷൻ എന്താണ്? സെയിം ആണ്. ഗ്രാവിറ്റി above the surface of earth ഇക്വേഷൻ എന്താണ്? gh is equal to g into r by r plus h the whole square ഉം gh is equal to g into 1 minus 2h by r. ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ this equation is only applicable for large distance or large height. ഹൈറ്റ് എന്താണ്? ഹൈ ആയിരിക്കും. ലാർജ് ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു 1000 കിലോമീറ്ററിന് വെളിയിലാണെങ്കിൽ, ഹൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു 1000 കിലോമീറ്ററിന് അകത്താണ്, ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റിലേഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് വേണം ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ലാർജ് ഹൈറ്റ് ആണെങ്കിൽ above 1000 കിലോമീറ്റർ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. gh is equal to g into r by r plus h the whole square എന്ന ഇക്വേഷനും then below 1000 കിലോമീറ്റർ ചെറിയ അടുത്ത് നിയറർ ടു ദി സർഫസ് ഓഫ് എർത്ത് ആ ഒരു റീജിയൻ ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? gh is equal to g into 1 minus 2h by r എന്ന റിലേഷൻ യൂസ് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പൊ റേഡിയസ് ഓഫ് എർത്തോട് പറയുന്നുണ്ട് ഗ്രാവിറ്റി പകുതിയാകാൻ എടുക്കുന്ന ഹൈറ്റ് എത്രയെന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ലാർജ് ഹൈറ്റ് മാത്രമേ പകുതിയാകത്തുള്ളൂ. സോ വി ക്യാൻ യൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? gh is equal to, ഇത് ഓരോ ടൈം അറിയാലോ അല്ലേ? gh എന്താണ്? അറ്റ് ഹൈറ്റ് വാല്യൂ ഓഫ് g is gh. g means what? Gravity on the surface of earth. എർത്തിന്റെ സർഫസിൽ ഗ്രാവിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? g പറയുന്നത്. r radius of earth, h height. ഓക്കെ നോക്കിയോ, gh is equal to g into r by r plus h the whole square. ഇനി ഇവിടുത്തെ gh എത്രയാണ്? gh is equal to half g by 2. ക്വസ്റ്റ്യൻ പറയുന്നത് the value of g will be half of the surface of earth. എർത്തിന്റെ സർഫസിനേക്കാൾ എന്തായിരിക്കും? പകുതിയാണ്. സോ gh is equal to g by 2. അപ്പൊ ഈ ഒരു പ്ലേസ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? this gh is replaced by g by 2. അപ്പോൾ g by 2 സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? g by 2 equal to g into r by r plus h the whole square. ഇവിടുത്തെ ഒരു gയും ഈ gയും കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താണ്? 1 by 2 equal to r by r plus h the whole square.
ഈ സ്ക്വയർ ടേം ഈക്വൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ റൂട്ട് ആയിട്ട് മാറും അല്ലേ? ഇപ്പുറത്തോട്ട് വരുമ്പോൾ റൂട്ട് ആയിട്ട് മാറും. സോ 1/2 ബിക്കം എന്തായി മാറും? 1/√2. 1/√2 is equal to ഈ സ്ക്വയർ ടേം ഇപ്പുറത്ത് വന്നായി. അപ്പോൾ 1/√2 ഈക്വൽ ടു r plus h. r by എന്താണ്? r by r plus h. കണ്ടുപിടിക്കേണ്ടതാണ് ഹൈറ്റ് ആണ്, h ആവേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കണം. ജസ്റ്റ് ക്രോസ് ദ ടേം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into r plus h ആണ്. r plus h is equal to √2 into r. അപ്പോൾ √2r കിട്ടും. സോ ഹൈറ്റ് കണ്ടുപിടിക്കാനും ഈ r അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. √2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? √2r minus r ആയിട്ട് മാറും അല്ലേ? ഈ r നെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ √2r minus r ആയിട്ട് മാറും. r is a common term. So √2 minus 1 into r എന്ന് വരും. h is equal to √2 minus 1 into r. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. √2 ന്റെ വാല്യൂ എന്താ? √2 is equal to 1.44 minus 1 into r. Value of r is given in your question. 6400. Substitute ചെയ്തോ, മൾട്ടിപ്ലൈ ചെയ്തോ. What's our answer? 2650. 2650 kilometer. This is the at this height the gravity of the earth become half of the initial gravity. That is at gh is equal to g/2. അപ്പം g/2 ആയി മാറണമെങ്കിൽ എത്ര ഹൈറ്റിൽ പോകണം? 2650 കിലോമീറ്റർ പോകണം. സോ ഇറ്റ് ഇസ് എബോവ് ദ സർഫേസ് ഓഫ് എർത്ത് ആണ്. സോ ലാർജ് ഹൈറ്റ് ആണ്. ലാർജ് ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫോർമുല. gh is equal to gs into r by r plus h the whole square. സപ്പോസ് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ, സ്മോൾ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? gh is equal to g into 1 minus 2 by h by r എന്ന റിലേഷൻ യൂസ് ചെയ്യുക. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Find the height at which g becomes 1/3 of g at the surface. സെയിം പാറ്റേൺ ആണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്. h is equal to g/2 ചെയ്തു. ഇവിടെ എന്താണ് പറഞ്ഞത്? g become 1/3 of g. So gh is equal to g/3 കൊടുക്കുക. സെയിം പ്രൊസീജിയർ ആണ്. h is equal to g/3. ഇതാണ് നമ്മുടെ ഫോർമുല. ഫോർമുല മീൻസ് gh is equal to g into r by r plus h the whole square. അപ്പോൾ ഈ ഇക്വേഷനിൽ gh വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, g/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എഴുതാം g/3 is equal to g into r divided by r plus h the whole square. ഇവിടുത്തെ gയും കട്ട് ചെയ്ത് പോകും. 1/3 ആണ് അല്ലേ? 1/3 ഈക്വൽ എന്ത് കിട്ടും? 1/3 ഈക്വൽ ടു r by r plus h the whole square എന്ന് കിട്ടും. ഇനി സ്ക്വയർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? സ്ക്വയർ ടൈം ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ട് ആയിട്ട് മാറും. സോ that is square ടൈം ഇപ്പുറത്തോട്ട് വരുമ്പോൾ 1/√3 ആയിട്ട് മാറും. 1/√3 is equal to r by r plus h. ഇനി എന്ത് ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 1 into r plus h is equal to √3 into this r. √3r ആയിട്ട് മാറും. √3r, right? r plus h is equal to √3r. കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് അല്ലേ? അപ്പോൾ ഹൈറ്റ് എഴുതാം. ഹൈറ്റ് h is equal to h വെച്ചിട്ട് r എന്ത് ചെയ്യാ? റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാ. That is √3r minus ഈ r അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് r ആയിട്ട് മാറും. മൈനസ് r. √3r minus r. r is common here. Take outside. √3 minus 1 into r അല്ലേ? രണ്ട് സൈഡും r കോമൺ ആണ്. പുറത്തും എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? √3 minus 1 into r എന്ന് കിട്ടും. Then substitute ചെയ്തോ. What's the value of √3 is 1.73. 1.73 minus 1 into r. What's the value for 6400 kilometer. Substitute ചെയ്തോ. Then simplify ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലാസ്റ്റ് ആൻസർ 4672 കിലോമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടും സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോൾ ഈ ഒരു രണ്ട് ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the percentage change in g at a height 3200 kilometer from the surface of Earth. അപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി. ജിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇസഡ് എന്ന ക്വാണ്ടിറ്റി എഴുതുവാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് എഴുതും ഡെൽറ്റ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് എന്ന് എഴുതും അല്ലേ? പെർസെൻറ്റേജ് ചേഞ്ച്. അതുപോലെ ജിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് എഴുതും ഡെൽറ്റ ജി ഡിവൈഡ് ബൈ ജി അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്ന എന്താണ്? ഡെൽറ്റ ജി ബൈ ജി പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി എന്നാണ്. അപ്പൊ എന്താ? ഡെൽറ്റ ജി ബൈ ജി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻറ്റു 100 ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്.
തന്നിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 3200 കിലോമീറ്റർ. ഹൈറ്റ് h ഇസ് ഈക്വൽ ടു 3200 കിലോമീറ്റർ. അല്ലേ? ഞാൻ പറഞ്ഞു ഹൈറ്റ് ഒരു 1000 കിലോമീറ്റർ മുകളാണെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ഫോർമുല? ഫസ്റ്റ് ഫോർമുല എന്താണ്? G is equal to H is equal to G into R by R plus H. R by R plus H the whole square. GH is equal to G into R by R plus H the whole square. ഈ ഫോർമുല യൂസ് ചെയ്യാം. ഈ ഫോർമുല യൂസ് ചെയ്യുന്ന ആദ്യം എന്ത് കണ്ടുപിടിക്കണം? GH കണ്ടുപിടിക്കണം. അല്ലേ? GH കണ്ടുപിടിക്കാൻ വേഗം. Okay, use this formula. What is G? GH is equal to G into R by R plus H. R by R plus the radius of Earth എത്രയാണ്? Radius of Earth. Radius is equal to 6400 kilometer ആണ്. What is the height of this Earth? Height is equal to 3200 kilometer ആണ്. ഇതിനോട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ റേഡിയസിന്റെ പകുതിയല്ലേ? തന്നിന്റെ ക്വസ്റ്റ്യനിൽ റേഡിയസ് എത്രയാണ്? 6400 കിലോമീറ്റർ ആണ് അല്ലേ? 6400 കിലോമീറ്റർ ആണ്. അങ്ങനെ ഹൈറ്റ് നോക്കിയേ. ഈ 6400 കിലോമീറ്റർ പകുതിയാണ് 3200. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം H is equal to R ന്റെ പകുതിയാണ്, റേഡിയസിന്റെ പകുതിയാണ് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ അകത്ത് ഇവിടെ H വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഹൈറ്റ്, ഈ ഹൈറ്റ് വരെ എന്ത് കൊടുക്കാം? R/2 എന്ന് റീപ്ലേസ് ചെയ്യാം. തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇക്വേഷൻ എന്താണ്? GH is equal to G into R by R plus H whole square എന്നാ വരേണ്ടത്. ഇവിടെ ഹൈറ്റ്, ദിസ് ഹൈറ്റ് is equal to half of the radius. ഈ റേഡിയസിന്റെ പകുതിയാണ് തന്നിരിക്കുന്നത്. സോ H is equal to R/2 എന്ന് റീപ്ലേസ് ചെയ്തു. That's equal to G into then ഇവിടെ LCM എടുത്തേ. R/2 വെച്ച് LCM എടുക്കുമ്പോൾ 2R plus R 3R/2 വരും. That is R divided by 3R/2. LCM എടുക്കാൻ അറിയാലോ അല്ലേ? 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2R കിട്ടും. 2R plus R എത്രയാണ്? 3R/2. Then ഇവിടുത്തെ ഒരു R കട്ട് ചെയ്തു. ഈ 2 എന്ത് ചെയ്യും? മുകളിൽ നിന്ന് പോകും. The whole square ആണ്. The whole square. 2 അങ്ങ് മുകളിൽ ചെല്ലും. That is G into 2/3 the whole square. This is GH. What is GH? GH is equal to G into 2/3 the whole square. That's equal to square means 4/9 G. But G എത്രയാണ്? GH എത്രയാണ്? GH is equal to 4/9 G. Clear? 4/9 G. This is GH. Now കണ്ടുപിടിക്കേണ്ടതാണ് percentage അല്ലേ? Percentage change in gravity എന്നാണ്. Percentage change in gravity. അപ്പോൾ percentage change in gravity എങ്ങനെ പഠിക്കും? Percentage change in gravity is equal to delta G by G into 100. ഇതാണ് percentage change. അല്ലേ? Percentage change in gravity is equal to what? Delta G by G into 100 എന്നാണ്. That's equal to delta G. എഴുതും ചേഞ്ച് അല്ലേ? ചേഞ്ച് ഇൻ ഗ്രാവിറ്റി G minus GH. G dash divided by G into 100. Is equal to G minus, what is the value of GH or G dash? That's equal to 4/9, right? 4/9 G എന്നാണ്. 4/9 G. 4/9 G divided by G into 100. ഇനി LCM എടുത്ത് 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9G minus 4G എത്രയാണ്? 5G is equal to 5G divided by G into 100. Clear? Is equal to, here G and G cancel. So our answer is LC എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 9 കൊണ്ട് LC എടുത്താൽ മതി. 9 into G, 9G minus 4G അത് എത്രയാണ്? 5G.
5g divided by 9, right? 5g divided by 9 into 100. Clear? താഴത്തെ ഒരു ജി നടപ്പുണ്ട് 9g എന്നാണ്. അപ്പോൾ എങ്ങനെ എൽ സി എടുക്കേണ്ടത്? ഇവിടുത്തെ 9 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അപ്പോൾ 9g കിട്ടും. 9g minus 4g എത്രയാണ്? 5g. 5g divided by 9. 9 into this g. 9g into 100. Here g and g cancel. It's equal to 5 by 9 into 100. That's equal to 5 by 9. Simplify ചെയ്താൽ മതി. ലാസ്റ്റ് ആൻസർ approximately equal to what? Approximately 55%. What's the percentage change in gravity? That's equal to 55%. Our answer is 55. Last answer is what? Answer is equal to 55. Clear? അപ്പോൾ percentage change in gravity ഞാൻ കണ്ടുപിടിച്ചു. Delta g by g into 100 എന്നാണ്. Delta g can be written as g minus gh by g into 100. Then gh, replace the value of gh. g is equal to how much? 4 by 9 into g. g minus 4 by 9 into g divided by this g into 100. ഇനി എൽ സി എടുത്താൽ മതി. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ 9g. 9g minus 4g അത് 5g കിട്ടും. ഡിവൈഡ് ബൈ 9 into g. 9g into 100. g and g cancel. 5 by 9 into 100. That's equal to approximately how much? 55%. Clear? Next question. Find the height at which the acceleration due to gravity is reduced to half. ഇവിടെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണ്ടല്ലേ, ഹൈറ്റ് കണ്ടുപിടിക്കണം. പിന്നെ എന്താ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് റെഡ്യൂസ് ടു ഹാഫ്. എന്തായിട്ട് കുറഞ്ഞു? ജി ഈസ് റെഡ്യൂസ് ടു ഹാഫ്. ഹാഫ് മീൻസ് ജി ബൈ 2 ആയിട്ട് മാറി. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ബൈ 2. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ താഴെ. ഫസ്റ്റ് ഇക്വേഷൻ ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് above the surface of earth, gh is equal to g into കൂടുതൽ പ്രോബ്ലംസ് എന്താണ് ഈ സെയിം ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോർമുല നന്നായിട്ട് പഠിച്ചേക്കണം. അപ്പോൾ gh is equal to എന്താണ്? gh is equal to g into r divided by r plus h the whole square. So this gh is replaced by what? g by 2. g by 2 is replaced by എഴുതും. g by 2 replace ചെയ്യുമ്പോൾ so this can be written as g by 2. g by 2 is equal to g into r by r plus h. r plus h the whole square. ഇവിടുത്തെ g യും ഇവിടുത്തെ g എന്ത് ചെയ്തു? കട്ട് ചെയ്തു പോകും. ബാക്കിയുള്ളത് 1 by 2. 1 by 2 is equal to what? 1 by 2 equal to r by r plus h the whole square. r plus h the whole square. Then ഈ സ്ക്വയർ ടേം എന്ത് ചെയ്യണം? ഈക്വൽ അപ്പുറത്തോട്ട് പോകണം. ഈ സ്ക്വയർ ടേം ഈക്വൽ അപ്പുറത്തോട്ട് പോയാൽ എന്ത് ആവും? then സ്ക്വയർ അപ്പുറത്തോട്ട് പോയാൽ റൂട്ട് ആയിട്ട് മാറും. സോ ദിസ് ഇസ് 1 by root 2. 1 by root 2 is equal to r by r plus h. r by r plus h. Just cross the term. ഇവിടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r plus h is equal to root 2 r ആയിട്ട് മാറും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ r plus h is equal to root 2 r. then കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അല്ലേ? ഇപ്പൊ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇവിടെ ഹൈറ്റ് h ആണ് അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കണം. From the given result, how to find the height? Height h is equal to ഈ r അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. root 2 r minus r. So r is common here. root 2 minus 1 into r. ഈ root 2 നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? r substitute. What is the value for r? equal to radius of earth r 6400 കിലോമീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? our last answer is 2649.6 kilometer, right? From this equation, root 2 minus 1 into r, root 2 minus 1 into r. root 2 value root 2 is 1.414 minus 1 എന്നാണ്. r is replaced by 6400. multiply by last answer കിട്ടും 2649.6 kilometer. Clear? Last answer 2649.6 kilometer. values സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ലാസ്റ്റ് ആൻസർ കിട്ടും. ദിസ് ഇസ് ലാസ്റ്റ് ആൻസർ. ഓർത്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് ഗ്രാവിറ്റി അബോവ് ദ സർഫസ് ഓഫ് എർത്ത് gh is equal to g into r by r plus h the whole square above the surface of earth. above the surface. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഫോർ സ്മോൾ ഹൈറ്റ് എന്നാണ് ഇക്വേഷൻ. ഫോർ സ്മോൾ ഹൈറ്റ് ആകുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? g of h is equal to g into 1 minus 2h by r. രണ്ട് പേരുള്ള ഇക്വേഷൻ ആണ്. above the surface of earth ആണ്. above the surface of earth. അപ്പോൾ above the surface of earth രണ്ട് ഇക്വേഷൻ വരുന്നുണ്ട്.
ഫോർ ലാർജ് ഹൈറ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, സ്മോൾ ഹൈറ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, then below the surface of earth, below the surface of earth, below the surface of earth, for below the surface of earth, below the surface of earth, that is g depth d below is equal to g into 1 minus h by r or d by r, whatever. Okay, above the surface ആണെങ്കിൽ 2g gh is equal to g into 1 minus 2h by r ആണെങ്കിൽ ഇത് എന്താണ്, ജസ്റ്റ് 1 minus h by r. രണ്ടും സെയിം ഇക്വേഷൻ ആണ്. അവിടെ 2 ഉണ്ട്, ഇവിടെ എന്തില്ല, 2 ഇല്ല. അപ്പോൾ above the surface ഉം below the surface ഉം രണ്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ. ഈ ബ്രൈറ്റ്നസ് സെഷൻ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണിത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് കോൾഡ് ഡാഷ്. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ദിസ് ആംഗുലർ മൊമെന്റം ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഈസ് ക്യാപിറ്റൽ എൽ, അല്ലേ? ക്യാപിറ്റൽ എൽ ആണ്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, dl by dt ഈക്വൽ ടു ഡാഷ്. എന്താണ്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇതൊരു പരീക്ഷയ്ക്കുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. സോ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു 2 സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം ഫോർമുല, angular momentum L is equal to vector L is equal to എന്താണ് ഫോർമുല? angular momentum vector L is equal to then R cross P, vector R cross vector P എന്നാണ്, അല്ലേ? ഈ angular momentum പറയുന്ന മറ്റൊരു പേര് എന്താണ്? moment of momentum എന്ന് പറയാറുണ്ട്, അല്ലേ? moment of momentum is called angular momentum. L equal to R cross P എന്നാണ്. differentiating with respect to time, time കൊണ്ട് എന്ത് ചെയ്യാതിനെ ഇന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ എന്തായിട്ട് മാറും? dl by dt, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dl by dt ഈക്വൽ ടു d by dt ഓഫ് r ക്രോസ് p, വെക്ടർ r ക്രോസ് വെക്ടർ p, റൈറ്റ്? d by dt ഓഫ് r ക്രോസ് p. ദെൻ ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂള്?
ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് ഇൻറ്റു എന്ന് വെച്ചാൽ ഏതാണ്? ഫസ്റ്റ് വെക്ടർ ആണ്. വെക്ടർ ആർ ഇൻറ്റു ക്രോസ് വെക്ടർ ആർ ക്രോസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മീൻസ് ഡി പി ഡിവൈഡ് ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് വെക്ടർ പി ഇൻറ്റു വെക്ടർ പി ക്രോസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. dr by dt. എന്താണ് അപ്ലൈ ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തല്ലേ? എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ r ക്രോസ് dp by dt plus p cross dr by dt. Then what is the if dp by dt by Newton's second law of motion? What is dp by dt? By second law of motion, dp by dt is what? F is equal to dp by dt. നമ്മുടെ സെക്കൻഡ് ലോ അനുസരിച്ച് ഡി പി ബൈ ഡി ടി ഏതാണ്? ഫോഴ്സ് ആണ് അല്ലെ? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു ഫോഴ്സ്. അതുപോലെ ഡി ആർ ബൈ ഡി ടി എന്താണ്? ഡി ആർ ബൈ ഡി ടി where dr by dt is equal to the rate of change of displacement is equal to velocity. എന്താണ് velocity? അപ്പോൾ ഇവിടുത്തെ ഡി പി ബൈ ഡി ടി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടുത്തെ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടുത്തെ ഡി ആർ ബൈ ഡി ടി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വെലോസിറ്റി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി സബ്സ്റ്റിറ്റ്യൂട്ട് വി. ക്ലിയർ ആയോ? രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? രണ്ട് വേസിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? dl by dt equal to how much? This dl by dt is equal to vector r cross dp by dt. എന്താണ്? dp by dt equal to force എന്നാണ് അല്ലേ? ഫോഴ്സ് vector f then plus then vector p. p means momentum എന്നാണ്. എന്താണ് മൊമെന്റത്തിന്റെ ഫോർമുല? മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മാസ് ഇൻറ്റു വെലോസിറ്റി v m vector v cross dr by dt. dr by dt equal to what? Again velocity v cross v അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് i cross i ആണെങ്കിൽ സെയിം യൂണിറ്റ് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. i cross i 0, j cross j 0 ആയിരിക്കും. അതുപോലെ k cross വെക്ടർ k cross വെക്ടർ k is equal to what? 0. സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതനുസരിച്ച് v cross v രണ്ടും സെയിം അല്ലേ? ഇത് വെലോസിറ്റി ആണ്, ഇത് വെലോസിറ്റി ആണ്. സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദിസ് ഫംഗ്ഷൻ ടെൻഡ്സ് ടു 0. അത് 0 ആയിട്ട് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഏത് ടേം മാത്രമേ കാണത്തുള്ളൂ? dl by dt. dl by dt is equal to what? വെക്ടർ r cross വെക്ടർ p. എന്താണ് r cross f? എന്താണ് r cross f? r cross f is equal to torque, rotational force. That is dl by dt equal to dl by dt is equal to torque. So this is a relation between angular momentum and rotational force torque. dl by dt equal to what? Torque. അപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യണം, നോക്കിയിട്ട് വേണം പരീക്ഷയിൽ പോകാൻ വേണ്ടി. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ആണ് ആംഗുലർ മൊമെന്റും ടോർക്കും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആംഗുലർ മൊമെന്റിന്റെ ഫോർമുല എന്താണ്? L equal to r plus p എന്ന ഫോർമുല. അടുത്ത് എന്ത് അപ്ലൈ ചെയ്തു? ഡിഫറൻസിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തു, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ജസ്റ്റ് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് dp by dt ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് dp by dt എന്താണ്? ഫോഴ്സ് ആണ്. dr by dt എന്താണ്? അത് വെലോസിറ്റി ആണ്. ദെൻ ഇവിടുത്തെ p മൊമെന്റം ആണ്. മൊമെന്റം എന്താണ്? മാസിന്റെ വെലോസിറ്റി എന്നാണ്. ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം? ഇങ്ങോട്ടൊന്ന് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് r ക്രോസ് dp by dt ക്ക് f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് p ക്ക് എന്ത് കൊടുക്കാം? മാസിന്റെ വെലോസിറ്റി ക്രോസ് dr by dt ക്ക് എന്ത് കൊടുക്കാം? v കൊടുക്കാം. v ക്രോസ് p അതെന്തായി പോയി? 0 ആയി പോയി. സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും ഇതാണ് 0. i ക്രോസ് i 0 ആണ്, j ക്രോസ് j 0 ആണ്, k ക്രോസ് k 0 ആണ്. സിമിലർലി v ക്രോസ് b എന്തായി പോകും? 0 ആയിട്ട് പോകും. സോ സെക്കൻഡ് ടേം എന്തായി പോയി? 0 ആയിട്ട് പോയി. റിമൈൻ എന്ത് മാത്രമേ ഉള്ളൂ? r ക്രോസ് f എന്ന് മാത്രമേ ഉള്ളൂ. dl by dt equal to r ക്രോസ് f. ഇനി എന്താണ് r ക്രോസ് f? അത് ടോർക്ക് ആണ്, മറന്നു പോകരുത്. എന്താണ് r ക്രോസ് f? ടോർക്കിന്റെ ഫോർമുല ടോർക്ക് is equal to r of sin theta. ടോർക്ക് is equal to r of sin theta. ഇത് ജനറൽ ഫോം ആണ്, മറന്നു പോകരുത്. ടോർക്ക് is equal to r of sin theta. ഇൻ വെക്ടർ ഫോം ആണെങ്കിൽ എന്ത് എഴുതാം? വെക്ടർ ടോ is equal to വെക്ടർ r ക്രോസ് വെക്ടർ f. അപ്പോൾ ഇത് മറന്നു പോലെ ടോർക്കിന്റെ ഫോർമുലയാണ്. ടോർക്കിന്റെ ഫോർമുല ടോർക്ക് is equal to r of sin theta. ഇൻ വെക്ടർ ഫോം ആണെങ്കിലോ വെക്ടർ ടോർക്ക് is equal to വെക്ടർ r ക്രോസ് വെക്ടർ f എന്നാണ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റ് ഏതാണ്? ആൻസർ എന്താണ്? ടോർക്ക് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
radius of gyrations of a disk rotating about an axis passing through the center and perpendicular to the disk. കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് ഡിസ്ക്. ഡിസ്കിന്റെ കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. Moment of inertia. First of all, in the case of ringന്റെ കേസിൽ, റിംഗിന്റെ കേസിൽ an axis passing through the center. ഒരു റിംഗിന്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നതെങ്കിൽ, ഒരു റിംഗിന്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I equal to mr². കാണാതെ പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കേസ് ആണ് റിംഗിന്റെ കേസാണ്. റിംഗിൽ കൂടെ ഒരു റിംഗിന്റെ സെൻട്രൽ കൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർമുല എന്താണ്? I equal to mr². ഇനി സെയിം റിംഗ് തന്നെയാണ്. സെയിം റിംഗിന്റെ ഒരു ഡയാമീറ്ററിൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചാൽ I equal to mr²/2 ആയിരിക്കും. രണ്ട് ഫോർമുല റിംഗിന്റെ രണ്ട് കേസ് ഇതൊക്കെയാണ്. I equal to mr² സെൻട്രൽ, I equal to mr²/2 ഡയാമീറ്ററിൽ. ക്ലിയർ? ഇനി അടുത്ത രണ്ടാമത്തെ കേസ് ഡിസ്കിന്റെ കേസിൽ. ഇപ്പൊ ഡിസ്കിന്റെ കേസിലാണെങ്കിൽ the axis passing through its center, സെൻട്രൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ്, the axis passing through its center ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലയാണ് I is equal to mr²/2. Axis passing through center of the disk is what? I equal to mr²/2. Then axis passing through its diameter. ഒരു ഡിസ്കിന്റെ ഡയാമീറ്ററിൽ കൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലയാണ് I is equal to mr²/4. ഈ വാല്യൂസ് ഒക്കെ എല്ലാവരും ചെയ്യാം, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡിസ്കിന് രണ്ട് ഫോർമുല, സെന്റർ ആൻഡ് ഡയമീറ്റർ. സെന്റർ ആണെങ്കിൽ mr², ഡയമീറ്റർ ആണെങ്കിൽ mr²/2 എന്നാണ്. ഡിസ്കിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആണെങ്കിൽ I equal to mr²/2. then ഡയമീറ്റർ ആണെങ്കിൽ I equal to mr²/4. നെക്സ്റ്റ് കേസ്, മൂന്നാമത്തെ കേസ്. then in the case of hollow cylinder, the axis passing through its along the axis. ഒരു സിലിണ്ടർ അകത്തൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നതെങ്കിൽ, along the axis ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല I is equal to mr². Axis passing along the directions of cylinder I equal to mr². വീണ്ടും hollow cylinder. Next one is solid cylinder. Axis along the directions of the cylinder, same ആണ്, along the directions of the cylinder. Moment of inertia I equal to mr²/2. കുറെ പറഞ്ഞു കൂടെ ഞാൻ. റിംഗ് പറഞ്ഞു, ഡിസ്ക് പറഞ്ഞു, ഹോളോ സിലിണ്ടർ പറഞ്ഞു, സോളിഡ് സിലിണ്ടർ പറഞ്ഞു. അടുത്ത ഒന്നോ നെക്സ്റ്റ് ഹോളോസ്പിയർ. along the axis passing through the diameter of the sphere. അതിന്റെ moment of inertia, diameter of the sphere. Moment of inertia I is equal to 2/3 mr². Then sixth one is for solid cylinder. Solid sphere. Again diameter I is equal to 2/5 mr². അപ്പോൾ ഇത്രയും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? റിംഗിന്റെ കേസ് ആണ് ഇതാണ്. ആക്സിസ് പാസിംഗ് ടു സെന്റർ ആണെങ്കിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? I equal to mr². Then again റിംഗിന്റെ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയമീറ്റർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I equal to mr²/2. Then ഡിസ്കിന്റെ കേസിലാണെങ്കിലോ, in the case of disk at the center, the axis passing through the center ആണെങ്കിൽ I equal to mr²/2. Then diameter ആണെങ്കിലോ I equal to mr²/4. അടുത്ത നെക്സ്റ്റ് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ I എന്താണ്? mr². സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ I equal to mr²/2. ഹോളോ സ്പിയർ ആണെങ്കിൽ I equal to 2/3 mr². സോളിഡ് സ്പിയർ I equal to 2/5. Okay, I equal to what? I equal to
I equal to what? I equal to 2 by 5, right? I equal to 2 by 5 mr square. Clear? അപ്പോൾ ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് നേരെ പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കേ, റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് എ ഡിസ്ക്. അപ്പോൾ ഡിസ്കിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഓഫ് എ ഡിസ്ക് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ. അപ്പോൾ ഒരു ഡിസ്കിന്റെ സെന്ററിൽ കൂടെ എന്ത് കടന്നു പോകുന്നത്, ആക്സിസ് കടന്നു പോകുന്നത്, ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക്. ഓക്കെ, ആ ഒരു ഡിസ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിസ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഫോർമുല എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർമുല I equal to, I means moment of inertia, I equal to mk square na. I equal to mk square. I is the moment of inertia, then m mass of the body, then k is called radius of gyration. What is k? K is called radius of gyration. Now question ചോദിച്ചിരുന്നത് what is the radius of gyration ആണ് ചോദിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ what is k square? From the given formula k square is equal to m ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി മാറും, I by m, I divided by m ആയിട്ട് മാറും അല്ലേ. K square is equal to I by m. ഈ സ്ക്വയർ ടേം അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആയിട്ട് മാറും. Therefore k equal to root of I by m. I by m. K equal to root of I by m. Clear? ഇനി I എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഏതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഡിസ്കിന്റെ. ക്വസ്റ്റ്യൻ നോക്കി, ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിരിക്കുന്നു. റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആക്സിസ് പാസിംഗ് ത്രൂ വെയർ? ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ. ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ കേസ് നോക്കി, ഡിസ്കിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആണെങ്കിൽ എന്താണ് ഫോർമുല? സെന്റർ ആണെങ്കിൽ എന്താണ് ഫോർമുലയുടെ? ഡിസ്കിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആണെങ്കിൽ എന്താണ് ഫോർമുല? I equal to what? I equal to mr square by 2, right? ഡിസ്കിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് സെന്റർ ആണെങ്കിൽ I equal to mr square by 2. അപ്പോൾ നേരത്തെ അവിടെ I ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? mr square by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇവിടുത്തെ ഇക്വേഷനിൽ this I is replaced by mr square by 2. mr square by 2 the whole divided by this term. ഈ m എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള ടേം എന്താണ്? that's equal to root of ബാക്കി r square by 2 r square by 2. what is the root r square? that's equal to r divided by root 2. so what is the radius of gyrations of the disk? K is equal to r by root 2 അല്ലേ. ആ ഒരു ഫോർമുല, ഈ ഐയുടെ ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡിസ്ക് ചോദിച്ചോണ്ട് ഇത് എഴുതി. റിംഗ് ചോദിക്കുകയാണെങ്കിലോ mr square എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ our answer is K equal to r by 2. so answer is r by 2. clear? Another question. In pure rotations, all particles in a body have the same dash. ഒരു പ്യൂർ റൊട്ടേഷൻ മോഷനിൽ എന്ത് ക്വാണ്ടിറ്റി, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്, സെയിം ആയിട്ടിരിക്കുന്നത്? ഓർമ്മ വെച്ചാൽ മതി, തീറ്റ ഒമേഗ എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. തീറ്റ മീൻസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ മീൻസ് ആംഗുലാർ വെലോസിറ്റി. ആൻസർ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. ഫോർ പ്യൂർ റൊട്ടേഷൻ all particles in a body have the same angular velocity. ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് 1 by 10 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം. റൊട്ടേഷൻ മോഷൻ ആയാലും എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കട്ടെ, ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർമ്മിച്ച് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ. എന്താണ് ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ? V equal to r omega, right? then V equal to r omega. This is linear velocity, this is angular velocity. A equal to r alpha. ഇതാണ് ഇത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും റിലേഷൻ. A equal to r alpha, ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും റിലേഷൻ. then delta x equal to r delta theta, ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും റിലേഷൻ. കുറെ റിലേഷൻ ഓർത്ത് വെച്ചേക്കാം. എന്താണ് ആദ്യത്തെ? V equal to r omega,
A equal to R alpha, delta x equal to R delta theta. ഈ R ഒമേഗ നമ്മൾ വെക്ടർ ഫോമിലോട്ട് എഴുതുമ്പോഴാണ് ഇൻ വെക്ടർ ഫോമിലോട്ട് മാറ്റി എഴുതുമ്പോഴാണ് വെക്ടർ V is equal to ഒമേഗ ക്രോസ് R. ഇപ്പൊ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഇതാണ് ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. V is equal to ഒമേഗ ക്രോസ് R എന്നാണ്. വെക്ടർ V is equal to വെക്ടർ ഒമേഗ ക്രോസ് വെക്ടർ R. Clear? Next, moment of linear momentum is called dash. Moment of linear momentum is called angular momentum. എന്താണ് angular momentum formula? Angular momentum L is equal to vector L is equal to R cross vector vector P. ഇപ്പൊ R cross എന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? Moment of what is P? Momentum. Moment of momentum എന്താണ്? Angular momentum. അങ്ങനെയാണെങ്കിൽ torque is equal to R cross F എന്നാണ്. R cross നമുക്ക് എന്ത് പറയാം? Moment of എന്ന് പറയാം. Moment of F എന്താണ്? Force. Moment of force എന്താണ്? Torque. Momentum എന്താണ്? Angular momentum. ഇപ്പൊ രണ്ട് റിലേഷൻ ഓർമ്മ ചോദിച്ചു, മാറി ചോദിക്കരുത്. അപ്പൊ moment of momentum എന്ന് ചോദിച്ചാൽ angular momentum, moment of force എന്ന് ചോദിച്ചാൽ torque ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. Write an expression for the moment of inertia of a sphere about its axis passing through the center. What its radius of gyration? Same question. Radius of gyration ചോദിച്ചിരുന്നത് അല്ലേ? അപ്പോൾ radius of gyration ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? Radius of gyration of a sphere. അപ്പോൾ sphere നമ്മൾ പഠിച്ചു. About its axis passing through the center. ഒരു സ്പിയറിന്റെ സെൻട്രൽ കൂടി കടന്നു പോകുന്നത്. അതിന്റെ moment of inertia formula എന്താണ്? Moment of inertia formula about the sphere. നോക്കിയേ, sphere, in the case of sphere, what is moment of inertia? I is equal to what? I is equal to 2/5 mr square. ഓർമ്മിച്ച് വെച്ചോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചാലും നമുക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇത്രയും കാണാതെ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഒരു സോളിഡ് സ്പിയർ അല്ലെങ്കിൽ സ്പിയർ എന്ന് പറഞ്ഞാൽ അത് സോളിഡ് സ്പിയർ ആണ്. സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർമുല എന്താണ്? I is equal to 2/5 mr square. ഇത് എന്ത് ചെയ്യണം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കിയോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സ്പിയർ is I is equal to 2/5 mr square. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ K is equal to നേരത്തെ എഴുതി K equal to root I by m. മറന്നു പോകല്ലേ, root I by m. K is equal to root I by m. അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ സ്പിയർ കണ്ടുപിടിച്ചു. Then radius of gyration കണ്ടുപിടിച്ച ഫോർമുല നേരത്തെ എഴുതിയായിരുന്നു. What is radius of gyration formula? ഇതാണ് നമ്മുടെ radius of gyrationന്റെ ഫോർമുല. എന്താണ് radius of gyration? നമ്മുടെ ഫോർമുല K is equal to what? K is equal to root of I by m. പഠിച്ചു വെച്ചേക്കണം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർമുല എന്താണ്? K is equal to root of I by m. ഈ ഫോർമുല പഠിച്ചു വെച്ചതിന് ശേഷം ഐയും പഠിച്ചു വെച്ചേക്കുക. ഓരോന്നിന്റെയും ഡിസ്കിന്റെ, റിംഗിന്റെ, then സ്പിയർ, then സിലിണ്ടർ. then അപ്പോൾ ഈ കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. K equal to root of I by m. അപ്പോൾ സ്പിയറിന്റെ I എന്താണ്? 2/5 mr square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K is equal to 2/5 mr square divided by ഇവിടുത്തെ m and m cancel. The remaining term is root of 2/5 r square. R square root അങ്ങ് പോവില്ലേ? അപ്പോൾ ഇത് എഴുതാം it is equal to root of 2/5 r. This is K. For radius of gyrations of sphere is what? Radius of gyration of sphere is equal to 2/5 r. 2/5 r. So this is our answer. K equal to what? K is equal to root 2/5 r. Clear? ഒന്ന് പഠിച്ച ബാക്കിയൊക്കെ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A solid cylinder of mass 20 kg rotates about in axis with an angular speed of 100 radian per second. The radius of the cylinder is 0.25 meter. What is the magnitude of angular momentum of the cylinder about its axis? ഒരു സോളിഡ് സിലിണ്ടർ ആണ്. ഒരു സോളിഡ് സിലിണ്ടർ പറയുന്നത് അതിന്റെ മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു 20 കിലോഗ്രാം. ഒരു സോളിഡ് സിലിണ്ടർ മാസ് എത്രയാണ്? 20 കിലോഗ്രാം. റൊട്ടേറ്റ് വിത്ത് ആംഗുലർ സ്പീഡ്. ആംഗുലർ സ്പീഡ് മീൻസ് ഒമേഗ. ഒമേഗ ഈക്വൽ ടു ഹൗ മച്ച്? ഒമേഗ ഈക്വൽ ടു 100 റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗ ഈക്വൽ ടു 100 റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. റേഡിയസ് ഈക്വൽ ടു വാട്ട്? റേഡിയസ് ഈക്വൽ ടു 0.25 മീറ്റർ. ഇത്രയും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം ഓഫ് ദി സിലിണ്ടർ? സിലിണ്ടറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആംഗുലർ മൊമെന്റം. എന്താണ് ഫോർമുല ആംഗുലർ മൊമെന്റം? L is equal to I omega. പഠിച്ചു വെച്ചോ. L is equal to I omega. What is I here? I means moment of inertia. I means moment of inertia. What is omega? Angular frequency. I moment of inertia ആണ്. Moment of inertia of a cylinder അല്ലേ? സോളിഡ് സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടറിന്റെ
മൊമെന്റ് ഓഫ് ഇനർഷ്യ നേരത്തെ എഴുതിയല്ലേ, I equal to what? I equal to mr square by 2. Okay, ഒരു സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? I equal to mr square by 2. So this I is replaced by mr square by 2 into omega. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഒക്കെ m എത്രയാണ്? മാസ് is equal to how much? 20 into r square. r എത്രയാണ്? 0.25 square divided by this 2 into omega. What is omega? 100 radian per second. 100. ഇനി സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് ആൻസർ എന്താണ്? 62.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ ദിസ് ഇസ് ആംഗുലർ മൊമെന്റം L. ക്ലിയർ ആണോ? അപ്പോൾ എവിടെയാണ് ഏത് പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് അറിഞ്ഞിരിക്കണം? I അറിഞ്ഞിരിക്കണം, മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിഞ്ഞിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ യൂണിഫോം ഡിസ്ക് അബൌട്ട് an axis passing through this center and perpendicular to the plane is mr square by 2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്കിന്റെ കേസ് പറഞ്ഞിരിക്കുന്നു അല്ലേ? I പറയുന്നത് ഡിസ്ക് ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ അല്ലേ? ഒരു ഡിസ്കിലെ സെന്ററിൽ കൂടിയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? mr square by 2. I equal to mr square. This directly given the question പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. എന്താണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? I is equal to ICM plus mr square അല്ലേ? I equal to ICM plus mr square. ഇപ്പോൾ റിജിഡ് ബോഡി എടുക്കുക. റിജിഡ് ബോഡി ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ആ പോയിന്റിലെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം അല്ലേ? സോ അതിൽ സെൻട്രൽ കൂടി കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എന്ത് വിളിക്കാം? ICM. The axis passing through the center is ICM. ഇനി ആ പോയിന്റിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം അല്ലേ? അവിടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. ഈ ആക്സിസ് തൊട്ട് ഈ സെന്ററിലെ ഡിസ്റ്റൻസ് എത്രയാക്കി എടുക്കാം? ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് r ആണെങ്കിൽ അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം ഈ രണ്ട് ആക്സിസും പരസ്പരം എന്താണ്? പാരലൽ ടു ഈച്ച് അതർ. രണ്ട് ആക്സിസ് പാരലൽ ആണെങ്കിൽ the moment of inertia equal to sum of the moment of inertia passing through the center of mass and product of mass of the body into square of the distance from the two axes. This theorem is called parallel axis theorem. Now parallel axis theorem, I is equal to ICM plus mr square. Again difference ചെയ്യാം. Moment of inertia at any point is equal to ICM. Sum of the plus എന്ത് പറയാം? Sum of the moment of inertia about an axis passing through its center of mass and product of mass of the body into square of the distance from between two axes. This is called parallel axis theorem. അല്ലേ? ഇനി ഇത് IZ equal to IX plus IY ആണെങ്കിൽ അത് ഏത് തിയറം ആണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലേ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. മൂന്ന് ആക്സിസ് ഉണ്ട്. ദിസ് ഇസ് X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. X ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IX, Y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IY, Z ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZ. ഇവ മൂന്ന് ആക്സിസ് എന്തായിരുന്നു? പരസ്പരം പെർപെൻഡിക്കുലർ ആയിരുന്നു. പെർപെൻഡിക്കുലർ ആയിരുന്നാൽ മാത്രം നമുക്ക് ഈ ഒരു തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ IZ equal to sum of the two mutually perpendicular axes, that is IX plus IY. This is perpendicular axis theorem and this is parallel axis theorem. അപ്പോൾ രണ്ടിനെയും ഷോർട്ട് വെച്ചു. പാരലൽ ആണെങ്കിൽ I equal to ICM plus mr square എന്നും, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണെങ്കിൽ IZ equal to IX plus IY ഉം ആയിരിക്കും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, derive the expression for moment of inertia of uniform disk about an axis passing through the diameter. അപ്പോൾ ഒരു ഡിസ്കിന്റെ കേസ് ആണ്. ഒരു ഡിസ്കിന്റെ ഡയമീറ്ററിൽ കൂടി ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. സോ ഒരു ഡിസ്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ഡിസ്ക് കൺസിഡർ ചെയ്തു. സോ ദിസ് ഇസ് IX and this is IY. അപ്പോൾ IZ എങ്ങോട്ടായിരിക്കും? IZ is normal to this IX and the IY. Z axis അല്ലേ? Z axis ഇതിന്റെ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സോ ദിസ് IX ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്? ദിസ് IX is equal to diameter അല്ലേ? diameter of the disk. നമുക്ക് ID കൊടുക്കാം. സോ ദിസ് IX is replaced by ID.
ഈ ലെങ്ത് എന്ത് തന്നെയാണ് ഈ പോയിന്റ് തൊട്ട് ഇതുവരെ ഡിസ്റ്റൻസ്. ദിസ് IY is also equal to ID. ID means diameter. Moment of inertia about the diameter of disk. IX equal to IY equal to എന്ത് റീപ്ലേസ് ചെയ്യാം? ID എന്ന് റീപ്ലേസ് ചെയ്യാം. കാരണം ഈ ലെങ്തും എന്താണ്? രണ്ടും സെയിം ലെങ്ത് ആണ്. അത് ഡയമീറ്റർ ആണ്, ഒരു ഡിസ്കിന്റെ ഡയമീറ്റർ ആണ്. സോ ദിസ് IX is equal to IY is equal to ID എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് IZ is equal to IX എന്നാണ് ID. Moment of inertia about diameter of the disk. ID plus IY എന്താണ്? അതും ID ആണ്. So I is equal to ID plus ID എത്രയാ? 2ID. From the given form നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? Diameter of the disk. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ID equal to 2 ഇപ്പത്തോട് ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? IZ by 2 ആയിട്ട് മാറും. What is IZ? IZ is the plane which is perpendicular to IX and IY. ഈ IX നും IY ക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് എന്ത് പറയുന്നത്? IZ എന്ന് പറയുന്നത്. The axis which is perpendicular to the disk. അല്ലേ? Axis passing through its center of the disk. എന്താണ് moment of inertia? The axis passing through the center of the disk. That is mr square by 2. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയാണ് അല്ലേ? mr square. So this IZ is replaced by what? mr square by 2 എന്ന് റീപ്ലേസ് ചെയ്യുക. ഇവിടുത്തെ IZ എന്ത് കൊടുക്കണം? mr square by 2 കൊടുക്കുക. ആൾറെഡി 2 താഴെ അടപ്പുണ്ട്. അപ്പൊ ഈ ഇവിടുത്തെ 2 കൂടെ ആവുമ്പോൾ എന്തായി മാറും? mr square by 4 ആയിട്ട് മാറും. So diameter of the moment of inertia of the disk is equal to mr square by 4 എന്നായിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തത് എന്നാണ് ഫോർമുല IZ equal to IX plus IY എന്നാണ്. നമ്മുടെ ഡയഗ്രാം അനുസരിച്ച് IX ഉം IY എന്താണ്? is equal to ഡയാമീറ്റർ ആണ്. സോ IX equal to IY equal to എന്ത് കൊടുക്കാം? ID എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IZ equal to 2ID എന്ന് കിട്ടും. കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? ID ആണ്. ഡയമീറ്റർ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡയമീറ്റർ കണ്ടുപിടിക്കണം. ID equal to what? ഈ 2 ഇപ്പത്തോട് ചെല്ലുമ്പോൾ IZ by 2 ആയി മാറും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് IZ? ഓൾറെഡി പഠിച്ചില്ലേ? ഈ IZ എന്ന് വെച്ചാൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദിസ് ഡിസ്ക്. ഈ ഡിസ്കിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ആക്സിസ് ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? IZ equal to mr square by 2 എന്നാണ്. ഇതിനെ റീപ്ലേസ് ചെയ്യുക by 2. ഈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? by 4 ആയിട്ട് മാറും. ID equal to mr square by 4. Okay. Next question. Write down the equation for moment of inertia of a disk passing through its center of mass and perpendicular to the disk. അപ്പം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദി ഇക്വേഷൻസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഏതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇതൊക്കെ കാണാൻ പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എഴുതിയ ആ ലിസ്റ്റ് അത്ര എന്ത് ചെയ്യുക? ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് എന്നാണ്. ഡിസ്ക് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ. ഒരു ഡിസ്കിന്റെ സെൻട്രൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ആക്സിസ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര ചോദിച്ചത്? എന്താണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് I is equal to mr square by 2. അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഒരു മാർക്ക് കിട്ടും. I equal to mr square by 2. What is second question? Find the moment of inertia of the disk tangential to the surface and parallel to the disk. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മ ചെയ്യണം. എന്താണ്? ഒരു ഡിസ്കിന്റെ കേസ് ആണ്. ഒരു ഡിസ്കിന്റെ സെൻട്രൽ കൂടി ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട് അല്ലേ? ഈ ആക്സിസിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ എഴുതി എത്രയാണ്? സോ ദിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ദിസ് ഈസ് ഈക്വൽ ടു mr square by 2 എന്നാണ്. mr square by 2. ഇനി അടുത്തതാ പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് ടാൻജൻഷ്യൽ ടു ദി സർഫസ് ആൻഡ് പാരലൽ ടു ദി ഡിസ്ക്. അപ്പോൾ ടാൻജൻഷ്യൽ ആയിട്ട് ഈ ഒരു സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് വേറൊരു ആക്സിസ് വരയ്ക്കാണ്. ദിസ് ഈസ് അനദർ ആക്സിസ്. ഇപ്പൊ രണ്ട് ആക്സിസ് എന്തായി? പരസ്പരം ടാൻജൻഷ്യൽ, രണ്ടും എന്തായി? പാരലൽ ആയിട്ട് മാറി അല്ലേ? പാരലൽ ആയിട്ട് മാറി. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് നമുക്ക് r ആക്കി എടുക്കുകയാണെങ്കിൽ r be the distance between the two axes. ഏത് തിയറം അപ്ലൈ ചെയ്യാം? ഇവിടെ രണ്ട് ആക്സിസ് ആണ്, രണ്ടും പാരലൽ ആണ്. രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പാരലൽ ആക്സിസ് തിയറം? I is equal to ICM plus mr square അല്ലേ? നമ്മൾ പഠിച്ചു. പാരലൽ ആക്സിസ് തിയറം പഠിച്ചു, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ചു. പാരലൽ ആക്സിസ് തിയറം എന്താണ്? I equal to ICM plus mr square. ICM means the axis passing through its center. ഇതൊരു ഡിസ്ക് ആണ്. ഡിസ്കിന്റെ സെൻട്രൽ കൂടി കടന്നു പോകുന്ന ലൈൻ ഇതാണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? mr square by 2. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. mr square by 2 plus mr square എന്ത് കിട്ടും? mr square by 2. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് I equal to ICM plus mr. ഓക്കെ, ഇവിടുത്തെ മാറും വരെ എന്ത് കൊടുത്തു? A കൊടുക്കുന്നു. A ആണെങ്കിൽ എന്തായിട്ട് മാറും? ദിസ് ഇസ് A square ആയിട്ട് മാറും. അത് കുഴപ്പമില്ല. ഇതിൽ R കൊടുക്കുക അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? A കൊടുക്കുക. രണ്ടും സെയിം ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല. I equal to ICM plus ma square. ഇനി ICM, the axis passing through the diameter of this disk.
ഒരു ഡിസ്കിന്റെ ഡയമീറ്ററിൽ കൂടി കടന്നു പോകുന്ന ആക്സിസ് ആണെങ്കിൽ വാട്ട് ഇസ് ദിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? id is equal to mr square by 4 അല്ലേ? ജസ്റ്റ് നോക്കാം, നമുക്ക് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് ഡയമീറ്റർ. എന്താണ് ഫോർമുല? ഡയമീറ്റർ ആണെങ്കിൽ i equal to mr square by 4 ആണ്. മാറി മാറി ചോദിക്കുന്നുണ്ട്. നേരത്തെ സെന്റർ ആണെങ്കിൽ എന്താണ് ഫോർമുല? ഒരു ഡിസ്കിന്റെ സെന്റർ ആണെങ്കിൽ i equal to mr square by 2 എന്നാണ്. ഒരു ഡിസ്കിന്റെ ഡയമീറ്റർ ആണെങ്കിൽ എന്താണ് ഫോർമുല? i equal to mr square by 4. So we can use this formula. Then so ICM is replaced by what? mr square by 4 plus mr square. Oh, okay, this is taken as r. mr square by 4 plus mr square. That's equal to ഇതിന്റെ ഐഡിയ എന്ത് കിട്ടും? 5 by 4 mr square. Moment of inertia of the disk is equal to 5 by 4 mr square. അപ്പോൾ ഏത് തിയറം നമ്മൾ അപ്ലൈ ചെയ്തത്? പാരലൽ ആക്സിസ് തിയറം. ഓർമ്മിച്ച് വെച്ചു, പാരലൽ ആക്സിസ് തിയറം. എന്താണ് പാരലൽ ആക്സിസ് തിയറം? I is equal to ICM plus mr square. ICM plus mr square. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? Z equal to IX plus IY. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഏതെങ്കിലും ഒരു ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കും. സോ സ്റ്റഡി ദീസ് ടു ഫോർമുലാസ്. രണ്ട് തിയറമാണ്, പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓരോന്നിന്റെയും എന്ത് അറിഞ്ഞിരിക്കണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can center of mass of a body be point outside the body? ഒരു ഏതെങ്കിലും ബോഡിക്ക് പുറത്തായിട്ട് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? യെസ്, ഒബ്വിയസ്ലി ഏതിനുണ്ടാവും? then in the case of a ring, ഒരു റിംഗിന്റെ കേസിലാണെങ്കിൽ the center of mass is outside the body. Next question, find the moment of inertia of a disc of mass 9.5 kg having radius 0.4 meter about an axis passing through center of mass and perpendicular to the surface. അപ്പോൾ അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് എന്നാണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഇനി ആക്സിസ് എങ്ങോട്ടാണ് പോകുന്നത്? ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദി മാസ്. സെന്റർ ആണ്, നേരത്തെ പഠിച്ചു. എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? പാസിംഗ് ടു സെന്റർ. ഡിസ്കിന്റെ കേസ് ആണെങ്കിൽ i equal to mr square by 2 എന്നാണ് അല്ലേ? i equal to mr square by 2. ഇനി മാസ് എന്താണ്? മാസ് is given. What is mass? Mass equal to mass of the body equal to 9.5 kilogram. Mass equal to 9.5 kilogram. What's the radius? Radius equal to 0.4 meter. Substitute all these values in this equation. That is I is equal to 9.5 into r square. 0.4 into 0.4 divided by this 2. Simplify this one. Our answer is I is equal to 0.76 kilogram meter square. So this is the moment of inertia. What is the moment of inertia of the disk? Axis passing through the center ആണെങ്കിൽ mr square by 2. ഇനി മറന്നു പോകരുത്. Moment of inertia of the disk, axis passing through the center and in that equation I equal to mr square by 2. Then moment of inertia of the disk, axis passing through the diameter ആണെങ്കിൽ id equal to എന്താണ്? mr square by 4. അപ്പോൾ ഡിസ്കിന്റെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്കിന്റെ സെൻട്രൽ ആണെങ്കിൽ mr square by 2 ഉം ഡയമീറ്റർ ആണെങ്കിൽ എന്താണ് ഫോർമുല? mr square by 4 ഉം ആണ്. ഇനി നോക്കി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Find its moment of inertia about its diameter. അല്ലേ, moment of inertia about its diameter. അപ്പോൾ diameter moment of inertia കണ്ടുപിടിക്കണം. എന്താണ് ഫോർമുല? id equal to mr square by 2. mr square by 4. This 4 can return as എഴുതാം mr square by 2 into 2. Right? 2 into 2. What is mr square by 2? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. mr square by 2 is equal to what? 0.76. അല്ലേ, mr square by 2 ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 0.76. ഇനി ഡയമീറ്റർ ആണെങ്കിൽ വീണ്ടും അതിന് എന്തെടുത്താൽ മതി? പകുതി എടുത്താൽ മതി. 0.76 by 2, that's equal to 0.38 kilogram meter square. So this is moment of inertia about the diameter. അപ്പോൾ ഈ രണ്ട് ഫോർമുല എപ്പോഴും ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഡിസ്കിന്റെ കേസ് ആണ്. ഡിസ്കിന്റെ കേസിൽ moment of inertia about the center ആണെങ്കിൽ mr square by 2, diameter ആണെങ്കിലോ mr square by 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്ത് കിട്ടും? ഡയറക്റ്റ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, moment of inertia about a diameter of a ring is. അപ്പോൾ ഒരു റിംഗിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അതുകൊണ്ട് എന്താണ്? id is equal to mr square by 2. അങ്ങനെയാണെങ്കിൽ name the theorem that helps to find the moment of inertia about a tangent parallel to the diameter. അപ്പോൾ ഒരു റിംഗിന്റെ കേസ് ആണ്. അപ്പോൾ റിംഗിന്റെ ഡയമീറ്ററിലെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? id, the axis passing through its diameter. So this is id. ഡയമീറ്റർ എത്രയാണ്? mr square by 2. അങ്ങനെയാണെങ്കിൽ
then axis passing through the tangent to the disk ring ആണെങ്കിൽ ഒരു ആക്സിസ് എന്ത് ചെയ്യണം ഇനി ടാൻജന്റിൽ കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്തായിട്ട് മാറും they are parallel to each other രണ്ട് പാരലൽ ആയിട്ട് മാറും അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് തിയറമാണ് യൂസ് ചെയ്തത് name the theorem ഏത് തിയറം രണ്ട് ആക്സിസ് പരസ്പരം പാരലൽ ആയിട്ട് മാറി ഏത് തിയറമാണ് പാരലൽ ആക്സിസ് തിയറം രണ്ട് പെർപെൻഡിക്കുലർ ആയാലോ പെർപെൻഡിക്കുലർ ആക്സിസ് യൂസ് ചെയ്യണം സോ ഹിയർ this tangent line and center of the line എന്താണ് പരസ്പരം parallel ആണ് so we can use here parallel axis theorem. Next question, draw a diagram and find the moment of inertia about a tangent parallel to the diameter of the ring. Okay, ഒരു റിംഗ് ആണ് റിംഗിന്റെ ഡയമീറ്ററിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ് this is diameter. ഇനി ടാൻജന്റ് ആണെങ്കിലോ ലൈൻ ഇങ്ങനെ കടന്നു പോകും ഈ രണ്ട് ലൈൻസ് ഈ രണ്ട് ആക്സിസ് എന്താണ് പരസ്പരം പാരലൽ ആണ് ഇതാണ് അതിന്റെ എന്ത് പറയുന്നത് ഡയഗ്രം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് and find the moment of inertia about a tangent parallel to the diameter of the ring. അതിന്റെ moment of inertia കണ്ടുപിടിക്കണം. അപ്പോൾ parallel axis theorem ആണ് എന്താണ് moment of inertia യുടെ ഫോർമുല according to parallel axis theorem moment of inertia is equal to ICM plus അല്ലേ I equal to ICM plus mr square എന്നാണ് ICM plus mr square. This ICM is equal to what? Diameter. ICM means the axis passing through the center of the ring എന്നാണ് ഇവിടെ എന്താണ് center of the ring എന്താണ് diameter ആണ് so this is replaced by ID plus mr square so ID plus diameter plus mr square what is the moment of inertia of the diameter about the ring mr square by 2 എന്നാണ് അല്ലേ mr square by 2 plus mr square രണ്ട് LC എടുത്താൽ മതി LC എടുക്കുമ്പോൾ എന്ത് കിട്ടും 3 mr square by 2 എന്ന് കിട്ടും so this is the moment of inertia axis passing through its tangent that's equal to 3 mr square by 2. Then last question, the rotational analog of mass is mass നമ്മൾ എന്ത് പറയും ലീനിയർ കേസിൽ പറയും അപ്പോൾ റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ this mass is called what moment of inertia ഓർമ്മിച്ചാൽ മതി moment of inertia അത് കുറേ ടൈംസ് നമ്മൾ അറിഞ്ഞിരിക്കണം ലീനിയർ കേസ് ആയിട്ട് ലീനിയർ കേസ് ആൻഡ് റൊട്ടേഷണൽ കേസ് ഇപ്പൊ ലീനിയർ കേസിലെ മൊമെന്റം P ആണെങ്കിൽ P is equal to mv ഇത് ലീനിയർ മൊമെന്റം ആണ് റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ ദിസ് മൊമെന്റം is called angular momentum L എന്ന് റീപ്ലേസ് ചെയ്യാം അല്ലേ L then mass റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ എന്ത് യൂസ് ചെയ്യാം I എന്ന് യൂസ് ചെയ്യാം മൊമെന്റ് ഓഫ് ഇനർഷ്യ വെലോസിറ്റിക്ക് എന്ത് കൊടുക്കാം ഒമേഗ കൊടുക്കാം L equal to I ഒമേഗ ഇനി ലീനിയർ കേസിൽ ഫോഴ്സ് എന്താണ് F is equal to m എന്ന് എഴുതാം F equal to mass into acceleration ലീനിയർ കേസ് ആണ് F equal to ma റൊട്ടേഷണൽ കേസ് ആകുമ്പോൾ ഫോഴ്സ് is replaced by torque tau is equal to mass is replaced by moment of inertia I and acceleration is replaced by alpha right അപ്പോൾ ഈ റിലേഷൻ ഓർമ്മിച്ച് വെച്ചോ ലീനിയർ കേസ് ആണ് മൊമെന്റം ആംഗുലർ മൊമെന്റം ഫോഴ്സ് ടോർക്ക് ആയിട്ട് മാറും റൈറ്റ് then work equal to force into displacement അല്ലേ F into S എന്നാണ് work equal to force into displacement rotational case ആകുമ്പോൾ വർക്ക് എന്തായിട്ട് മാറും work equal to this force is replaced by torque into displacement is theta torque equal to tau into theta അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക കുറച്ച് റിലേഷൻ വന്നതിലും പഠിച്ചു വെച്ചേക്കണം ലീനിയർ കേസും അതുപോലെ റൊട്ടേഷൻ കേസ് അവിടെ ആൻസർ എന്താണ് the rotation analog of mass is what moment of inertia Next question. The rotation analog of force is moment of the force, also called torque. ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് എന്നാണ് ടോർക്ക് ആണെന്ന് പറയുന്നത് F is replaced by torque. അങ്ങനെയാണെങ്കിൽ the turning effect of force is maximum when the angle between R and F. അപ്പോൾ ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ R നും F നും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാവണം? എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് is equal to R of sin theta എന്നാണ് അല്ലേ R of sin theta torque equal to R of sin theta theta is the angle between R and F theta എന്ന് പറഞ്ഞാൽ ആംഗിൾ ഏതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് R നും F നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്ത് പറയുന്നത് theta എന്ന് പറയുന്നത് സോ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ theta എന്താവണം സൈൻ ഫംഗ്ഷൻ മാക്സിമം ആവണം സൈൻ മാക്സിമം ആകുന്നത് എപ്പോഴാണ് theta equal to 90 theta 90 ആകുമ്പോൾ സൈൻ മാക്സിമം ആകും സോ മാക്സിമം ഫോഴ്സ് കിട്ടും Okay, what is the first answer? The turning effect of force is maximum when the angle between F and R is equal to 90 degree. Clear? Then second question.
A wheel starting from rest occurs an angular velocity of 10 radian per second. An angular velocity of 10 radian per second in 2 seconds. The moment of inertia of the wheel is 0.4 kilogram meter square. Calculate the torque acting on it. For a wheel acting angular velocity omega equal to how much? Omega equal to 10 radian per meter. Radian per second. Angular free velocity equal to 10 radian per second. Then what's the time? Time equal to 2 seconds. The moment of inertia of the wheel is I is equal to how much? I is equal to 0.4. Right? I is equal to 0.4 kilogram meter square. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Calculate the torque acting on it. ഇപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ടോർക്കിന് കുറേ റിലേഷൻ ഉണ്ട്. എന്താണ്? ടോർക്ക് is equal to dl by dt. ഇത് റിലേഷൻ ആണ്. ആംഗുലർ മൊമെന്റും ടോർക്ക് തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. Then torque is equal to I alpha. What is torque is equal to I alpha? Torque means rotational force ആണ്. What is I? I means then moment of inertia. What is alpha? Angular acceleration. Then torque equal to I alpha. നമ്മുടെ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Torque equal to I alpha. I means moment of inertia. Alpha means angular acceleration. In that angular acceleration formula, alpha is equal to angular velocity by time എന്നാണ്. നിങ്ങൾക്ക് കുറേ റിലേഷൻ കയറി വരുന്നുണ്ട്. So എന്താണ് ടോർക്കിന്റെ ഫോർമുല? Torque is equal to moment of inertia into angular acceleration, that is I alpha. This alpha is again replaced by omega by t. Omega means angular velocity by time എന്നാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. I is given. I is equal to how much? 0.4. 0.4 into what is omega? Omega equal to 10. 10 divided by time. Time equal to what? 2 seconds. T equal to 2 seconds. Substitute here. Simplify this one. So our answer become what? That's equal to 2 joule. Then torque is equal to how much? 2 joule. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന ചാപ്റ്റർ നമ്മളോട് വൈൻഡപ്പ് ചെയ്തു. എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 5 ചാപ്റ്ററിന്റെ ഒരു വലിയൊരു ഡിസ്കഷനാണ് നടത്തിയത്. നമ്മുടെ എക്സാം നാളെ സ്റ്റാർട്ട് ചെയ്യണമല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് സ്പാർക്ക് ബോധിയുടെ എല്ലാവിധ ആശംസകളും നേർന്നു കൊള്ളുന്നു. നമ്മുടെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഹായ്, +1ന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം വരെയാണല്ലേ? ടെൻഷനുണ്ടോ? എന്നാൽ ഇനി അത് വേണ്ട. നിങ്ങളുടെ +1 പരീക്ഷ എളുപ്പമാക്കുവാൻ നിങ്ങളോടൊപ്പമുണ്ട് സ്പാർക്ക് ബോധി. +1ലെ ഒരു വിഷയത്തിന്റെ മുഴുവൻ പാഠഭാഗങ്ങളും വെറും 4 മണിക്കൂറുകൾ കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദ്യ മാതൃകകൾ. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എളുപ്പമാക്കുവാൻ 15 മുതൽ 23 തീയതി വരെ സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒരു ഉത്തമ വഴികാട്ടി സ്പാർക്ക് ബോധി മാരത്തോൺ.